പ്രൈസ് ദി ലോർഡ്. ഗുഡ് ഈവനിങ് ചർച്ച്. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം രാത്രിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. കടന്നുവന്ന എല്ലാ ദൈവജനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ധേരിയിൽ നിന്ന് ഇന്ന് നമ്മോട് പ്രിയ പാസ്റ്റർ ഫിലിപ്പ് ജോണും തന്റെ കുഞ്ഞുങ്ങളും ചേരുന്നുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അല്പസമയം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പാട്ടുകൾ കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നലെ ഡാനി നമ്മളെ ഓർപ്പിച്ചതുപോലെ നാം ഒരുപക്ഷെ ഫിസിക്കലി വി ആർ ഡിസ്റ്റന്റ്, ബട്ട് സ്പിരിച്വലി ഇൻ സ്പിരിറ്റ് വി ആർ ടുഗദർ. അതുകൊണ്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തണമെങ്കിൽ കരങ്ങൾ ഉയർത്താം. അധരങ്ങളെ ചലിപ്പിച്ച് നമുക്ക് കരങ്ങളെ തട്ടണമെങ്കിൽ പാടാം. നിങ്ങളുടെ വീട്ടുകൾ ടാമറിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അടിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നത് തന്നെ വർഷിപ്പ് ലീഡറുകൾക്കും ഒരു അനുഗ്രഹമായിരിക്കും. ഇന്ന് രാത്രി തുടർന്നുള്ള സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കാം. ബ്രദർ നിബു, lead us in a time of worship. Hallelujah. Can you hear me? Can you hear me? Yes. Okay, praise the Lord. Praise the Lord, church. And നല്ല സമയത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. There's a 2021, we are starting with prayer. Thank God for this opportunity. 2020 was not, we had a lot of difficulty in 2020, but we survived 2020. So we are in 2021 and we are starting this year with prayer and fasting. So let's sing a couple of songs and glorify our dear God's name and give Him all the glory. Let's sing a couple of Malayalam, well-known Malayalam songs and give Him all the glory that's due to Him. As Pastor said, if you can turn on your camera, it will be motivation for me. So, yeah. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. താങ്ക് യു ജീസസ്. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങൾ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ, 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്യനാം നായകൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, ഹല്ലേലൂയ. അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവറി മലമേൽ കയറി ഈ ശിരസിൽ വഹിച്ചു. കാൽവറി മലമേൽ കയറി ഈ ശിരസിൽ വഹിച്ചു. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, ഹല്ലേലൂയ. അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്രയതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്രയതികഠിനം,
കഠിനം പ്രതികൂലങ്ങൾ അനുനിമിഷം പകൽ മേഘസ്തംഭം രാത്രിയാഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും പകൽ മേഘസ്തംഭം രാത്രിയാഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോകും കണ്ണീരെല്ലാം തുടച്ചിടുമേ എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോകും കണ്ണുനീരെല്ലാം തുടച്ചിടുമേ അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും എന്റെ യേശു എനിക്കു നല്ലവൻ അവനെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവൻ എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവൻ എന്റെ യേശു എനിക്കു നല്ലവൻ അവനെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ അനുദിനം തന്നിടലിൻ മറവിൽ വസിച്ചിടും ഞാൻ തുണയെനിക്ക് അനുദിനം തന്നിടലിൻ മറവിൽ വസിച്ചിടും ഞാൻ അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ തുണയെനിക്ക് യേശുവേ അനുദിനം തന്നിടലിൻ മറവിൽ വസിച്ചിടും ഞാൻ അനുദിനം തന്നിടലിൻ മറവിൽ
വസിച്ചിടും ഞാൻ അനുദിനം തന്നിടലിൽ മറവിൽ വസിച്ചിടും ഞാൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. Thank you, Jesus. Hallelujah. Praise God. പരനറിയാതെ വന്നതില്ല തിരുമാറിടും ഞാൻ. പരനറിയാതെ വന്നതില്ല തിരുമാറിൽ ചാരിടും ഞാൻ. ഭയം ലേശം വേണ്ടിനിയും മമ യേശു എന്ന ഭയം. വൻ തുമ്പനേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. വൻ തുമ്പനേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. കൺമണി പോലെന്നെ സൂക്ഷിച്ചു, ഉള്ളം കൈയിലെന്നെ വരച്ചു. കൺമണി പോലെന്നെ സൂക്ഷിച്ചു, ഉള്ളം കൈയിലെന്നെ വരച്ചു. പരനറിയാതെ ഒന്നും വന്നതില്ല തിരുമാർവിൽ ചാരിടുന്ന. പരനറിയാതെ ഒന്നും വന്നതില്ല തിരുമാർവിൽ ചാരിടുന്ന. ഭയം ലേശം വേണ്ടിനിയും മമ യേശു എന്ന ഭയം. തുമ്പനേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. തുമ്പനേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നിനച്ചിടുകിൽ. എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നിനച്ചിടുകിൽ. ഇതുവരെ ശുഭമായി
വൻതുമ്പനേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. വൻതുമ്പനേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. വൻതുമ്പനേരത്തിലും യേശുതാൻ എന്നോടിരിക്കും. Praise the Lord. Praise the Lord. Amen. Praise the Lord. Hallelujah. Thank you, Brother Nibu, for leading us in a time of worship. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥനിലായിരിക്കാനും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ഇന്ന് രാത്രി ആ പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ലയോ, കൺമണി പോലെ അവൻ എന്നെ സൂക്ഷിച്ചു, പരനറിയാതെ അല്ല ഒന്നും എന്റെ ജീവിതത്തിൽ വന്നത്. ഹല്ലേലൂയ. ആ വന്നതിനൊക്കെയും തരണം ചെയ്യുവാൻ, ആ വന്നതിന് മധ്യത്തിൽ നിലനിൽപ്പാൻ ആമേൻ എന്റെ ദൈവം ഹല്ലേലൂയ എന്നെ സഹായിക്കുന്നു. പ്രിയപ്പെട്ട ആ പാട്ട് ഒരുപക്ഷെ ഹല്ലേലൂയ നാം ഇന്ന് രാത്രികാലം പാടിയപ്പോൾ ഹല്ലേലൂയ എന്റെ മനസ്സ് പെട്ടെന്ന് കടന്നു വന്നത് മറ്റൊന്നിലേക്കുമല്ല, ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്ന പാസ്റ്റർ ഫിലിപ്പ് ജോണിനെയും കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2014 ഡിസംബർ മാസം ഫ്രിസ്കോയിൽ പാർക്കുന്ന ബ്രദർ ബിബിൻ ആദ്യമായിട്ട് പാസ്റ്ററിന്റെ വൈഫ് സിസ്റ്റർ ലിജിക്ക് പെട്ടെന്ന് ഹല്ലേലൂയ അത്യാഹിതമുണ്ടായി. തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ 6 വർഷങ്ങളായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരനറിയാതല്ല ഒന്നും ജീവിതത്തിൽ സംഭവിച്ചത്. എന്നാൽ ഈ 6 വർഷം ഹല്ലേലൂയ കർത്താവിന്റെ ദാസനെ കാണുവാനും ബോംബെയിൽ അവരുടെ ഭവനത്തിൽ പലതവണ കടന്നു പോകുവാൻ ഞങ്ങൾക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ചർച്ചിൽ പലർക്കും പോകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. 2019 കർത്താവിന്റെ ദാസനെ രാജ്യത്തിൽ വരുവാൻ ഹല്ലേലൂയ 2018 ഇവിടെ വരുവാൻ നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാനൊക്കെ കർത്താവ് സാവകാശം നൽകി. ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു നിമിഷം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രിത്തെ നിന്റെ ദാസൻ വചന ശുശ്രൂഷ കുഞ്ഞുങ്ങൾ ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടുന്നുണ്ട്. ജോയലും ജമീമ ജെറൂഷ ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടും. അതെല്ലാം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഐ വോണ്ട് ടു റിക്വസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് രാകേഷ് ചെറിയാൻ ഫ്രം കേരള who has joined us. ഞങ്ങളുടെ കസിൻ ആകുന്നു ഇവാഞ്ചലിസ്റ്റ് രാകേഷ് ചെറിയാൻ. would you lead us in prayer? Hallelujah. Unmute yourself. Praise the Lord. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശു മുഖാന്തരം ഞങ്ങളെ എല്ലാവരെയും നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളെ സ്വർഗീയ പിതാവേ, ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ദാനമായി നൽകിയ വൻ കൃപകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളായിരുന്ന പിതാവേ, ഞങ്ങൾക്ക് അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഏകാത്മാവിനെ പ്രാപിച്ച് ഞങ്ങൾക്ക് സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിനെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ഡാലസ് മെട്രോ ചർച്ചിന്റെ താവ് ഉപവാസ പ്രാർത്ഥനയുടെ ഈ യഥാവ സന്ധ്യാസമയം ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ദേവദാസമായ ദൈവമക്കളെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെല്ലാം ഉള്ളം കയ്യിൽ വഹിച്ച് താവ് കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ഓർത്ത് അങ്ങേ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവപങ്കടദാസന താവെ സതീഷ് പാസ്റ്ററിനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന മറ്റുള്ള എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന. ദൈവസഭ കർത്താവിടെ സ്ഥാപിച്ചത് ആ ദേശത്തെ താവെ ആ പട്ടണത്തെ നേടാൻ വേണ്ടിയാണല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി ഈ ദിവസങ്ങൾ നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥന വലിയ വിടുതലായി തീരുവാൻ, വലിയ വിജയമായി തീരുവാൻ, വിശ്വാസം വീണ്ടും താവെ ഒരു ചുവടും കൂടി അതേ പാവച്ച് അങ്ങേ ദൈവമേ സ്വതം മഹത്വപ്പെടുത്തുവാൻ അത് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവമേ തുടർന്ന് നടക്കുന്ന വചന സൃഷ്ടിക്കാൻ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പ്രത്യേകമായി ഫിലിപ്പ് ജോൺ പാസ്റ്ററിനായി സ്തോത്രം തന്നെ കുടുംബത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതേ സ്തോത്രം ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ഞങ്ങളെ കർത്താവ് കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസനെ വചന സൃഷ്ടിച്ച ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലും ബലത്തിനും കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സിനിമാനിക്കുന്ന വചനം ഒരു ദൈവത്താവെ സന്ധ്യാസമയം കൂടി കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകൾക്ക് നൽകുന്ന കൃപയോർത്ത് സൗഭാഗ്യത്തോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതേപോലെ സ്തോത്രം താവെ ഈ വചനം അതേപോലെ ഞങ്ങൾക്ക് മാത്രമല്ല സ്തോത്രം താവെ എവിടൊക്കെ അത് മുഴങ്ങുന്നോ അതിന് താവെ വിടുതലും അതിന് സൗഖ്യങ്ങൾ അതിന് ആശ്വാസങ്ങൾ ഓരോ ജീവിതങ്ങളും കുടുംബങ്ങളും ദേശങ്ങളും പ്രാപിപ്പാൻ കർത്താവിനെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസനെ നിമി കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ
ദൈവസഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രവർത്തിക്കുകയായ സ്തോത്രം. പാടുവാൻ അല്പസമയം ദൈവസന്നിധിയെ ആയിരിക്കാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കുന്ന കൃപകൾക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭാരങ്ങൾ മറന്ന് ദൈവമായ ദിവസങ്ങൾ ദൈവത്തെ ആത്മാവിന്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി, ദൈവഹിന്ദം എന്തെന്ന് മനസ്സിലാക്കി ജീവിപ്പാനും പ്രവർത്തിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം, അനുഗ്രഹീഷനായ സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, 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 ആമേൻ. താങ്ക് യു രാകേഷ് ഫോർ ലീഡിംഗ് us in prayer. ഇന്ന് രാത്രി ദൈവമക്കളെ, ഡാളസ് ഫോർട്ട് വർത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മുംബൈ നിന്നൊക്കെ പലരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ ദൈവം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഫിലിപ്പ് ജോൺ പാസ്റ്ററിനെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല. ആമേൻ. കർത്താവിന്റെ ദാസന് ഞാൻ മുമ്പോട്ടുള്ള സമയം വിട്ടുകൊടുക്കുന്നു. അതിനു മുമ്പായി എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ആവശ്യപ്പെട്ടു, പ്രിയ ജോയലും ജെറൂഷയും ജമീമയും നമുക്ക് ഒരു പാട്ട്, ഒരു വർഷിപ്പ് പാട്ട് അവർ പാടുന്നതായിരിക്കും. അവരുടെ ചർച്ചിൽ, അന്ധേരി AG ചർച്ചിൽ ജോയല വർഷിപ്പൊക്കെ ലീഡ് ചെയ്യുന്നത് അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിലിപ്പ് ജോൺ പാസ്റ്ററിന് ശേഷം ആമേൻ ദൈവവചനം സംസാരിക്കുന്നതായിരിക്കും. വൺസ് അഗൈൻ പാസ്റ്റർ, വി വെൽക്കം യു ഇൻ ടു അവർ മിഡ്സ്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പാൻഡമിക്കിന്റെ മധ്യത്തിൽ പല ഞായറാഴ്ചകൾ കർത്താവിന്റെ സഭയിൽ, കർത്താവിന്റെ ദാസന്റെ സഭയിൽ എനിക്ക് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവവചന ശുശ്രൂഷിപ്പാൻ ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. തുടർന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Praise the Lord. കർത്താവിന്റെ തിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ജോയൽ ഫിലിപ്പിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ജോയൽ ഫിലിപ്പ്. കുഞ്ഞുങ്ങളുടെ പാട്ട് പാടും, അതിനുശേഷം നമുക്ക് തിരുവചനം ചിന്തിക്കാം. ജോയൽ, ജെമി and Purush. Praise the Lord. I thank God for this opportunity to be here. We are so glad to see Pastor Uncle, family and all the Metro Church members. Today we will be singing a song for you. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിന്, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിന് നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നിലെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ, പാപത്താൽ മുറിവേറ്റ എന്നിലെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ, നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വരെ അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ, കൂരിരുൾ താഴ്വരെ അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ, നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. Praise the Lord. അനുഗ്രഹമേറിയ ഈ പകലിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സതീഷ് കുമാറിനോടും
പ്രിയ അമ്മാമ്മയോടും കുഞ്ഞുങ്ങളോടും മെട്രോ ദൈവസഭയിൽ ഉള്ള എല്ലാ പ്രിയ ദൈവമക്കളോടും സഹശുശ്രൂഷകന്മാരോടൊക്കെ ഒത്ത് ഈ പ്രഭാതത്തിൽ വലിയവനായ കർത്താവായ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിചിതരായ ഒത്തിരി മുഖങ്ങളെ സ്ക്രീനിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പേരുകൾ പറഞ്ഞാൽ ആരുടെയെങ്കിലും പേര് വിട്ടുപോയാൽ അത് മോശമായതുകൊണ്ട് ഞാൻ ആരുടെയും പേരുകൾ പറയുന്നില്ല. എന്നെ വളരെ സ്നേഹിക്കുന്ന, ഞങ്ങളെ ഓർത്ത് കഴിഞ്ഞ 6 വർഷമായി നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ് മെട്രോ ചർച്ച് ഓഫ് ഗോഡ് എന്ന വ്യക്തമായ ഒരു ബോധ്യം എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രാർത്ഥനയ്ക്കും ഞാൻ നന്ദി പറയുകയാണ്. അവിടെയുള്ള സഹശുശ്രൂഷകന്മാരെ കാണുന്നതിൽ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം അവരെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പകൽക്കാലം ഇങ്ങനെ കൊറോണ കാലം ആയതുകൊണ്ട് യാത്ര ചെയ്യാതെ, ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് യാത്ര ചെയ്യാതെ ഈ മാധ്യമത്തിലൂടെ 2 രാജ്യങ്ങളിൽ ഇരുന്ന് തമ്മിൽ കാണുവാനൊക്കെ ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മെട്രോ ചർച്ച് ഓഫ് ഗോഡുമായി എനിക്ക് ബന്ധപ്പെടുവാൻ അല്ലെങ്കിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രിയ ബിബിനാണ്. ഇന്ന് ആ പ്രിയപ്പെട്ട കുടുംബവും നമ്മോടൊപ്പം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബിബിനെ, സ്മിതയും കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ പല പ്രിയപ്പെട്ടവരും മുംബൈയിലെ ചില ദൈവദാസന്മാരും ഒക്കെ, പാസ്റ്റർ ജോഷി, പാസ്റ്റർ റജി, ഇവരൊക്കെ ഇന്ന് പകൽക്കാലം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓർത്ത് നിങ്ങളുടെ രാത്രി, ഈ പകലെന്ന് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം, 2 സമയത്തിൻ്റെതായത് കൊണ്ടാണ്, പങ്കെടുക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മെട്രോ ദൈവസഭയിൽ കടന്നു വരുവാനും നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിപ്പാനും നിങ്ങളുടെ പലരുടെയും ഭവനങ്ങളിൽ വരുവാനും സ്നേഹ ആദരവുകൾ, സ്നേഹ സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കുവാനൊക്കെ ദൈവം എനിക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും കൈത്താങ്ങലുകൾക്കും സഹായങ്ങൾക്കും ധൈര്യപ്പെടുത്തലുകൾക്കും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ അവസരമൊരുക്കിയ ദൈവദാസനോടും സഭയോടുമുള്ള നന്ദിയെ പ്രദർശിപ്പിച്ചുകൊണ്ട് സമയം ദീർഘമാക്കാതെ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രൈസ് ദി ലോർഡ് ഞാൻ ശ്രദ്ധയെ അല്ലെങ്കിൽ നമ്മുടെ സമയത്തെ വേർതിരിക്കുകയാണ്. അതിനാധാരമായി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നെ നൽകിയിരിക്കുന്ന ഒരു വേദഭാഗം നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായി ആയൊരു വേദഭാഗമാണ്. ഈ ദിവസങ്ങളിൽ നടക്കുന്ന 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയറിൽ ഇത് 3-ാം ദിവസമാണല്ലോ. ഈ ദിവസങ്ങൾ അധികം നിങ്ങൾ കേൾക്കുവാൻ പോകുന്നതും ഒരുപക്ഷെ ഈ അധ്യായങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം. അതിൽ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്തുള്ള നീതി അവകാശമാക്കി തീർന്നു. എബ്രായലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. നമുക്ക് പ്രചോദനം നൽകുന്ന, നമ്മുടെ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഒരു തീം എന്ന് പറയുന്നത് വിശ്വാസത്താൽ നടക്കുക, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നടക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാകണമെന്നില്ല. നമ്മളെക്കാൾ ബുദ്ധിമാന്മാർ ആയിരുന്ന നമ്മുടെ പിതാക്കന്മാർ, 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ പിതാക്കന്മാരൊക്കെ അവർ കണ്ടത് വിശ്വസിച്ചു. അന്ന് അവർ പലപ്പോഴും വിശ്വസിച്ചൊരു കാര്യമുണ്ട്, ഭൂമി പരന്നതാണ്. പക്ഷെ ആ വിശ്വാസം തെറ്റായിരുന്നു. പിന്നീട് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിപ്പാനിടയായിട്ട് അല്ലേ. കുറെ നാളുകൾ അവർ വിശ്വസിച്ചൊരു കാര്യമുണ്ട്, ഭൂമി സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അത് തെറ്റെന്നല്ലെങ്കിൽ തെറ്റാണെന്നൊരു ചിന്ത, വേറൊരു കണ്ടുപിടുത്തം വരുവാൻ, സത്യം കണ്ടുപിടിപ്പാനിടയായിട്ടു. ഇന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കാണുന്ന ഒരു കാര്യമുണ്ട്, രാവിലെ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. നമ്മുടെ കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കാണുമ്പോൾ ബൈ സൈറ്റിൽ നോക്കുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും അതൊരു അബ്സല്യൂട്ട് യാഥാർത്ഥ്യം അല്ലെന്നുള്ള കാര്യം നമുക്കറിയാം.
അതുകൊണ്ട് ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയണം, എന്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയല്ല, കാഴ്ചയാലായിരിക്കരുത്. ഇന്ന് കാണുന്ന കാഴ്ചകൾ നമ്മെ ചതിക്കുന്നതാണ്, അതെല്ലാം യാഥാർത്ഥ്യമാകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. തിരുവചനം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ദൈവമക്കൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിപ്പാനിടയായി. കഴിഞ്ഞ 6 വർഷമായി കർത്താവിന്റെ ദാസൻ അർപ്പിച്ചതുപോലെ ഞങ്ങൾ മുമ്പ് വിശ്വാസമുണ്ട്. ഞാൻ 18ാമത്തെ വയസ്സിലാണ് കർത്താവിന്റെ വേലയ്ക്ക് അല്ലെങ്കിൽ ഒരു ദൈവസഭയുടെ പാസ്റ്ററായി തീരുവാനിടയായിത്തീരുന്നത്. 17ാമത്തെ വയസ്സിലാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും വിശ്വാസത്താലാണ് നിൽക്കുന്നതെങ്കിലും പ്രൈസ് ദി ലോർഡ് കഴിഞ്ഞ 6 വർഷം ഒന്നുകൂടി ഉറച്ചു വിശ്വസിക്കുകയാണ്. കാഴ്ചയ്ക്കപ്പുറമായി ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ദൈവം അത്ഭുതം ചെയ്യുന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ആയിരിക്കുന്നു. വിജിയോർ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലോ. 2020 ഡിസംബർ 29 ആയപ്പോൾ 6 വർഷം പിന്നിട്ടു ലിജി രോഗിയായിട്ട്. കുഞ്ഞുങ്ങൾ 6 വർഷം കൂടെ പിന്നിടുവാനിടയായിട്ട്. എന്റെ വിശ്വാസം ക്ഷീണിച്ചു പോയിട്ടില്ല, ഒട്ടും ഞാൻ തളർന്നു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കാഴ്ചകൾ പലതും എന്റെ വിശ്വാസത്തെ തളർത്തുവാൻ ശ്രമിക്കുന്നു എങ്കിലും എനിക്കറിയാം ഞാൻ ആരിൽ വിശ്വസിക്കുന്നു എന്ന്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ആലെ ലിജി സന്തോഷമായിരിക്കുന്നു. ശാരീരികമായി അല്പം ക്ഷീണിപ്പാനിടയായിത്തീരും, അല്പം കൂടെ വെയിറ്റുകൾ കുറവാനിടയായിത്തീരും, അല്പം കൂടെ ശാരീരികമായി ക്ഷീണിച്ചു. അപ്പോൾ കാഴ്ച പലപ്പോഴും എന്റെ വിശ്വാസത്തെ അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കുവാൻ, കുറയ്ക്കുവാൻ ശ്രമിക്കുന്നെങ്കിലും പൗലോസ് പറയുന്നത് പോലെ ഞാൻ ആരിൽ വിശ്വസിക്കുന്നു എന്ന് ഉറപ്പെനിക്കുണ്ട്. അവൻ ആരാണെന്നും അവൻ ശക്തനാണെന്നുമുള്ള നിശ്ചയം എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഒട്ടും അവിശ്വസിക്കാതെ ഇന്ന് പകലും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസം ഇതാണ്, എല്ലാ ദിവസവും ഞാൻ വിശ്വസിക്കും. ഇന്നായിരിക്കാം ലിജി എഴുന്നേൽക്കുന്നത്. എവ്രി ഡേ 365 ദിവസവും എന്റെ സഭയിലെ ദൈവമക്കൾ ഇവിടെ ഉണ്ട്. അവിടെ ചോദിച്ചറിയാം, 365 ദിവസവും എന്റെ വിശ്വാസം ഇതാണ്. ഒരുപക്ഷെ ഇന്നായിരിക്കാം ലിജി എഴുന്നേൽക്കുന്നത്. ഈ ലോക്ക്ഡൌണിൽ എല്ലാ ദിവസവും ഇങ്ങനെ പ്രസംഗമാണ്. ഞങ്ങളുടെ സഭയിൽ പ്രാർത്ഥന നടക്കുക, എല്ലാ ദിവസവും പ്രസംഗമാണ്. അപ്പൊ ഞാൻ എന്റെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും, ദൈവത്തിന്റെ വചനം ഇവിടെ ഇരുന്ന് പറയുന്ന അകത്തുള്ളിൽ കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ആ വചനം കേൾക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ അതവിടെ ജീവിതത്തിൽ അത്ഭുതമായി പരിണമിക്കുവാൻ ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, കാഴ്ചകൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുവാൻ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാഴ്ചയല്ല, ഈ കാണുന്ന കാഴ്ചകളല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം റോമാലേഖനം 10-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി നാം കാണുന്നുണ്ട്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുവാനിടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കർത്താവിലുള്ള, യേശുവിലുള്ള നമ്മുടെ വിശ്വാസമാണ്. കർത്താവിന്റെ വചനത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ്. പ്രിയമുള്ളവര്, വിശ്വാസം എന്ന് പറയുന്നത് കേവലം തോന്നലുകളല്ല, ഇമോഷണൽ ഫീലിങ്സ് അല്ല, അല്ലെ? കേവലം തോന്നലുകളോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഇമോഷണൽ ഫീലിങ്സോ അല്ല വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ വിശ്വാസം എന്താണ്? വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസം ദൈവത്തിലുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലുള്ള നമ്മുടെ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആളത്വത്തിലുള്ള, ദൈവത്തിന്റെ വാഗ്ദത്തത്തിലുള്ള, ദൈവത്തിന്റെ വചനത്തിലുള്ള എന്റെയും നിങ്ങളുടെയും ഉറപ്പാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ശരി, മാറ്റമില്ലാത്തവനായ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. ഈസ് an eternal God, ഈസ് an unchanging God എന്നൊക്കെയാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മാറ്റമില്ലാത്ത, പ്രൈസ് ദി ലോർഡ്, ആ സ്വഭാവങ്ങൾക്ക് മാറ്റമില്ലാത്ത, മാറിക്കൂടാത്ത ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. അവിടെ ഒരു കാര്യം നാം തിരിച്ചറിയണം. ഈ കാണുന്നത്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത്, 5 സെൻസ് കൊണ്ട് കാണുന്നത് പലതിനും മാറ്റം വരാം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പലതും യാഥാർത്ഥ്യമല്ല എന്ന് വരാം. എന്നാൽ സത്യമായ യാഥാർത്ഥ്യമായിരിക്കുന്ന ഒന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തെന്നറിയാമോ?
എനിക്കും നിങ്ങൾക്കും മാറ്റമില്ലാത്ത ദൈവത്തിലുള്ള ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന യേശു നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിലുള്ള വചനത്തിലുള്ള അടിവരയിട്ട വിശ്വാസം, ഉറപ്പായ വിശ്വാസമാണ് ഹല്ലേലൂയ നമ്മെ വിശ്വാസത്തിൽ നടക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ നടക്കണമെങ്കിൽ, if you want walk by faith, ഒരു വിശ്വാസത്തിൽ നടക്കണമെങ്കിൽ അവന് ആഴമേറിയ വിശ്വാസം ആവശ്യമാണ്. നിങ്ങളുടെ വിശ്വാസമാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ കുഴപ്പം, നമുക്ക് വിശ്വാസമുണ്ട്. പണ്ടൊരാള് ഇവിടെ ചോദിച്ചു, നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നത് എന്റെ സഭ വിശ്വസിക്കുന്നത്. അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ സഭ എന്താ വിശ്വസിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഒന്നാ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ചു, രണ്ടുപേരും വിശ്വസിക്കുന്ന കാര്യം എന്തെന്ന് പറയാമോ? അദ്ദേഹം പറഞ്ഞു, രണ്ടും ഒന്നാ. ഞാൻ വിശ്വസിക്കുന്ന സഭ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സഭ എന്താ വിശ്വസിക്കുന്നേ? ഞങ്ങൾ രണ്ടുപേരും ഒന്നാ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായൊരു ബോധ്യമില്ല പലപ്പോഴും നമ്മൾ എന്തുവാ വിശ്വസിക്കുന്നത്. നമുക്ക് വ്യക്തമായൊരു ബോധ്യമില്ല പലപ്പോഴും നമ്മുടെ ദൈവത്തിന്റെ കഴിവുകളെ കുറിച്ച് വ്യക്തമായൊരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്, വചനം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ എത്ര ദിവസം വിശ്വാസം നമ്മൾ നിലനിൽക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എത്ര നാളെ വിശ്വാസം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, ജീവിതത്തിൽ ആ വലിയ വലിയ പ്രശ്നങ്ങളെ തരണം ചെയ്യുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇതേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ അതിനെ നേരിടുവാൻ കഴിയുമോ? മടങ്ങി വരട്ടെ പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ നടക്കുക. വാക്ക് ബൈ ഫെയ്ത്ത്. വിശ്വാസത്തിൽ നടക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തെ വായിച്ചല്ലോ, അനേകരുടെ കാര്യങ്ങൾ അവിടെ, അനേകരുടെ പേരുകളവിടെ പറയുന്നു. അബ്രഹാം പറയുന്നുണ്ട്, ജോഷുവയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, നോഹയെ കുറിച്ച് പറയുന്നുണ്ട്, എബ്രായ ബാലന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, വിശ്വാസ വീരന്മാരെ കുറിച്ച് ദാവീദ്, വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയും. അവരെല്ലാം ചെയ്ത കാര്യങ്ങൾ പറയുകയാണ്. എബ്രായ ലേഖനത്തിന്റെ രത്നച്ചുരുക്കം എടുത്ത് പറയുകയാണെങ്കിൽ 6-ാം അധ്യായത്തിന്റെ രത്നച്ചുരുക്കം ഒരു വാക്കിൽ പറയാൻ പറഞ്ഞാൽ ഇതിങ്ങനെയാണ്: സാധാരണക്കാരായ മനുഷ്യൻ അസാധാരണക്കാരനായ അത്ഭുതവാനായ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ, അസാധാരണക്കാരൻ അത്ഭുതവാനായ ദൈവം സാധാരണക്കാരായ മനുഷ്യരിലൂടെ ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങളാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അല്ലേ. ഓർഡിനറി പീപ്പിൾ അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യൻ എക്സ്ട്രാ ഓർഡിനറി ആയ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അവരിലൂടെ ചെയ്തെടുത്ത എക്സ്ട്രാ ഓർഡിനറി ആയ കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കാണുവാനിടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസത്താൽ നടക്കണമെങ്കിൽ ഒന്ന്, we need to have faith in extraordinary God. അസാധാരണക്കാരനായ അത്ഭുതവാനായ ഒരു ദൈവത്തിൽ ഉറച്ചൊരു വിശ്വാസം എനിക്ക് നിങ്ങൾക്ക് ആവശ്യമാണ്. നമുക്കൊരു ചിന്തയുണ്ട്, ഈ കാലഘട്ടത്തിൽ അത് സാധ്യമാണോ? അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചു. അബ്രഹാമിന്റെ കാലത്ത് അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നു. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇത് വിശ്വസിക്കാൻ കഴിയുമോ എന്നൊരു ചിന്ത വരും. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രൈസ് ദി ലോർഡ് ആ 7-ാം വാക്യത്തിൽ നോഹയെ കുറിച്ച് വായിപ്പാനിടയായിത്തീർന്നത്. നോഹ ജീവിച്ചിരുന്ന കാലഘട്ടം നമുക്കറിയാം, ഒരു വല്ലാത്ത കാലഘട്ടമാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നു, നോഹയുടെ കാലം പോലെ മനുഷ്യത്വത്തിന്റെ വരവുമാകുമെന്നാണ്. കാരണം അത്രത്തോളം പാപം നിറഞ്ഞൊരു കാലഘട്ടം, മനുഷ്യന്റെ പാപം സ്വർഗത്തോളം എത്തിയൊരു കാലഘട്ടം, മനുഷ്യൻ വഷളായി നടന്നൊരു കാലഘട്ടം. ഞാൻ പറയാം, നിങ്ങൾക്കറിയാം എത്രത്തോളം മ്ലേച്ഛതകൾ നോഹയുടെ കാലം സംഭവിച്ചു. പക്ഷേ എന്നെ ധൈര്യപ്പെടുത്തുന്നത് അവിടാണ്, ഈ മ്ലേച്ഛതകളുടെ നടുവിലും ഒരു മനുഷ്യൻ, ഒരു കുടുംബം എക്സ്ട്രാ ഓർഡിനറി ആയ ദൈവത്തിൽ വിശ്വസിച്ച് വിശ്വാസത്താൽ നടക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാല ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ രാത്രിയിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നാം പാർക്കുന്ന ലോകവും ഇന്ന് നോഹയുടെ കാലം പോലെ ഏകദേശ സാമ്യമുള്ളതാണ്. പാപം പെരുകുന്നു, അവിശ്വാസം പെരുകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
നോഹയുടെ കാലത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം അനുവദിച്ചതുപോലെ ഇന്ന് എവിടെ നോക്കിയാലും പാപം പെരുകുമ്പോൾ അതിന്റെ നടുവിലും മെട്രോ ഗോഡിൽ ദൈവത്തെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ മുമ്പിടെ പല സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് കാലഘട്ടത്തിലും ഒരുവന് കർത്താവിൽ വിശ്വസിച്ച് വിശ്വാസത്താൽ ജീവിക്കുവാൻ കഴിയുമെന്നാണ് നോഹയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുവാനിടയായി തീരുന്നത്. അന്ന് ഇന്നുള്ളതുപോലെ സാഹചര്യം ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥിക്കുവാനോ പാടുവാനോ പുസ്തകങ്ങളോ ഒന്നും അക്കാലത്തുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം നോഹയോട് പറഞ്ഞത്, ദൈവത്തിന്റെ ശബ്ദം അങ്ങനെ തന്നെ അവൻ വിശ്വസിക്കാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് കഴിയുമോ? നമുക്ക് എന്തെല്ലാം ഉണ്ട്. വേദവസ്തു നമ്മുടെ കയ്യിലുണ്ട്, പാഠ്യപുസ്തകം നമ്മുടെ കയ്യിലുണ്ട്, ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയകളിലുണ്ട്. എല്ലാം നമുക്കുണ്ടെങ്കിലും നമുക്ക് ഇന്ന് വിശ്വാസത്താൽ നടക്കുവാനുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി വിശ്വാസം നമുക്കുണ്ടോ? ആ വിശ്വാസമാണ് നോഹയെ വ്യത്യസ്തനാക്കി തീർത്തത്. അവന്റെ തലമുറയിൽ അവനെ വ്യത്യസ്തനാക്കി തീർത്തു. അവന്റെ കുടുംബത്തെ കുറിച്ച് അവിടെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുവാനിടയായി തീരുന്നുണ്ട്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആ കാലഘട്ടത്തിൽ എല്ലാവരും പാപം ചെയ്തപ്പോൾ അവിടെ അവൻ മാത്രം വ്യത്യസ്തനായ കുടുംബത്തെ നിർത്തിയത് വിശ്വാസത്താൽ നടക്കുവാനിടയായി തീർന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും ദൈവം എന്നെയും നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രസംഗങ്ങൾ കേട്ട് സ്തോത്രം പറഞ്ഞ് വെറുതെ ഹല്ലേലൂയ പറഞ്ഞ് ഒരു ഇമോഷണലായ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായി പോകുക എന്ന് മാത്രമല്ല, അതിനപ്പുറമായി ഒന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏത് കാലഘട്ടത്തിലും വിശ്വാസത്താൽ നടന്ന് ഒരു വ്യത്യസ്തനായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഡാളസ് പട്ടണത്തിൽ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു വ്യത്യസ്തനായി നിൽക്കുവാനാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു വ്യത്യസ്തനായി നിൽക്കുവാനാണ്. ഹല്ലേലൂയ. നീ പഠിക്കുന്ന സ്കൂളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ, ഓഫീസിൽ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നോ അവിടെയെല്ലാം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വ്യത്യസ്തനായി നിൽക്കുവാൻ വേണ്ടിയാണ്. ഒരു വ്യത്യസ്തനായി നിൽക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിനുള്ള ആഴമേറിയ വിശ്വാസമാണ്. നോഹയോട് ദൈവം പറഞ്ഞത് തിരിച്ചു നോക്കിയാട്ടെ, നമ്മോട് ഇന്ന് കർത്താവ് പറയുന്ന പല കാര്യങ്ങളും മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്നോട് ദൈവം പറയുകയാണ്, പറഞ്ഞിരിക്കുന്ന ലിജയെ സൗഖ്യമാക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് കുറച്ച് വിശ്വസിക്കാൻ, കാരണം അനേകർ സൗഖ്യമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനേകർ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് നോഹ ഓർത്ത് നോക്കിയേ. നോഹ വിശ്വാസത്തോടെ കാത്തിരുന്നത് അന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതിന് വേണ്ടിയാണ്, അന്ന് വരെ താൻ കണ്ടിട്ടില്ലാത്തതിന് വേണ്ടിയാണ്. 1-2 വർഷമാണ് നോഹ കാത്തിരുന്നത്. 120 വർഷം കഴിഞ്ഞാണ് നോഹയോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചത്. സ്തോത്രം. 6 വർഷമായപ്പോൾ തന്നെ എന്നോട് അനേകർ ചോദിക്കാറുണ്ട്, പാസ്റ്റർ 6 വർഷമായല്ലോ എന്ന് ചോദിക്കാറുണ്ട്. 6 വർഷമായിട്ടും മറുപടി ഇല്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഈ ഭാഗം ചിന്തിക്കാറുണ്ട്. നോഹ 120 വർഷമാണ് കാത്തിരുന്നത്. അവർ കണ്ടിട്ടേ ഇല്ല. ഭൂമിയിൽ അന്ന് വരെ മഴ പെയ്തിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം പഠിച്ചാൽ മഞ്ഞ് വീണ് ഭൂമിയെ നനച്ചു, പക്ഷെ അന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. അന്ന് വരെ കാണാത്ത ഒന്നിനു വേണ്ടി ദൈവം പറഞ്ഞത് കൊണ്ട് നോഹ വിശ്വാസത്താൽ കാത്തിരുന്നത് പോലെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ രാത്രിയിൽ ആത്മാവിൽ ചിലതിനോടൊക്കെ ദൂത് വിളിച്ചു പറയുകയാണ്, ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ചിലത്, ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചിലത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രികാല സ്തോത്രം പറയുവാൻ, അതിന് ആമേൻ പറയുവാൻ, അത് അങ്ങനെ തന്നെ വിശ്വസിക്കുവാൻ കഴിയുന്ന എത്ര പേർ ഈ രാത്രി എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാണുന്നതിന് മാറ്റം വരാം, കാണുന്നതിന് തെറ്റുപറ്റാം, പക്ഷെ വചനം പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റവും വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ഏത് കാലഘട്ടത്തിലും വ്യത്യസ്തനായി തീരാൻ കഴിയും, ഏത് കാലഘട്ടത്തിലും വ്യത്യസ്തനായി നിൽക്കുവാൻ കഴിയും. അതിനാധാരം എന്ന് പറയുന്നത് നമുക്ക് കർത്താവിലുള്ള വിശ്വാസമാണ്. വിശ്വാസത്തിൽ നടക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന, അത്യന്താപേക്ഷിതമായിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വ്യക്തിപരമായ ഒരു വിശ്വാസമാണ്, അല്ലെ? പേഴ്സണൽ ഫെയ്ത്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലുള്ള വിശ്വാസം. ഞാൻ പറയാ, എനിക്ക് എന്റെ ഭാര്യയിൽ വിശ്വാസമുണ്ട്,
എന്റെ ഭാര്യ പറയും എനിക്ക് എന്റെ ഭർത്താവിൽ വിശ്വാസമുണ്ട്, എനിക്ക് എന്റെ കുഞ്ഞുങ്ങളിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയിലുള്ള വിശ്വാസമാണ്, അല്ലേ? വൈസലോ ഞാൻ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നയാഗ്ര വെള്ളച്ചാട്ടം നിങ്ങളിൽ പലരും പോയി കണ്ടിട്ടുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു മനുഷ്യൻ ഒരു കയറ് കെട്ടിയിട്ട് അതിലൂടെ സൈക്കിൾ ചവിട്ടുകയും അവിടെ കാണുവാൻ വന്ന് അനേകർ കൈയടിക്കുന്നു. അവരെല്ലാം അത് നോക്കി നിൽക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം ആ മനുഷ്യൻ അക്കരെ ഇക്കരെ ആ കയറിലൂടെ സൈക്കിൾ ചവിട്ടിയ അനന്തരം ഞാനൊരു ഓഫർ കൊടുത്തു, നിങ്ങൾ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ മുകളിലേക്ക് കയറി വരാം, ഞാൻ ഈ സൈക്കിളിലൂടെ നിങ്ങളെ അക്കരെ ഈ വെള്ളച്ചാട്ടത്തിന് അക്കരെ കൊണ്ടുപോകാം, ഈ ഡ്രോപ്പിലൂടെ ഈ കയറിലൂടെ കൊണ്ടുപോകാം. ആൾക്കാർക്കെല്ലാം പേടിയായി, ആരും പോയില്ല. എന്നാൽ 10 വയസ്സ് പ്രായമുള്ളൊരു ബാലിക, ഒരു കൊച്ചു പെൺകുട്ടി, അവൾ ചാടി സന്തോഷത്തോടെ കയറി ചെന്നു. ആൾക്കാരിലെ ശ്വാസം പിടിച്ചു നിൽക്കുക, എന്തോ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല, വളരെ ഭീതിജനം നിൽക്കുകയാണ്. ഈ കൊച്ചു വളരെ കൂളായ സൈക്കിളിൽ കയറിയിരുന്നു. ഈ മനുഷ്യൻ ആ കുട്ടിയെ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആ സൈക്കിളിൽ ഈ കയറിലൂടെ സൈക്കിളിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടു. താഴേക്ക് വന്നപ്പോ ചിലർ ചോദിച്ചു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു കുഞ്ഞെ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ആ കൊച്ചു ചിരിച്ചുകൊണ്ട് ആ കുട്ടി പറഞ്ഞു, ആ സൈക്കിള് ചവിട്ടുന്ന വ്യക്തി എന്റെ പിതാവാണ്, ഈസ് മൈ ഡാഡ്, എന്റെ ഡാഡിയാണ്. എനിക്കൊരു കാര്യം അറിയാം, എന്റെ പിതാവ് ഒരിക്കലും എന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് തള്ളിയിടുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരിക്കലും ഞാൻ താഴേക്ക് വീഴത്തില്ല. സുരക്ഷിതമായി മാത്രമേ എന്റെ പിതാവ് എന്നെ കൊണ്ടുപോവുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി യേശുവിൽ അല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തിൽ എനിക്ക് നിങ്ങൾക്ക് വ്യക്തിപരമായ വിശ്വാസമുണ്ടോ? എന്റെ ദൈവത്തിന് കഴിയും. മൈ ഗോഡ് ഈസ് ഏബിൾ. ഏത് പ്രതികൂലങ്ങളുമാകട്ടെ, ഏത് പ്രതിസന്ധികളുമാകട്ടെ, ഇന്ന് രാത്രി ചിലതിനോട് ദൈവാത്മാവ് ഞാൻ പറയട്ടെ, എനിക്കും നിങ്ങൾക്കും കർത്താവിൽ വ്യക്തിപരമായ ഒരു വിശ്വാസം ആവശ്യമാണ്. എന്തെന്നറിയാമോ? എന്റെ ദൈവത്തിന് കഴിയും. മൈ ഗോഡ് ഈസ് ഏബിൾ, ഹി ഈസ് ഇൻ കൺട്രോൾ. എല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. എന്റെ ദൈവത്തിന് കഴിയും. ഗ്ലോറി 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 ഗ്ലോറി. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ആ വിശ്വാസമുണ്ട്? വിശ്വാസത്തിൽ നടക്കുവാൻ സിമ്പിൾ അല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നടക്കാൻ ഇടയായി തീരണമെങ്കിൽ ഇങ്ങനൊരു വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അങ്ങനൊരു വിശ്വാസം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടായാൽ നമുക്ക് വിശ്വാസത്താൽ നടക്കാൻ കഴിയും. വൺസ് നമ്മുടെ വിശ്വാസത്താൽ സ്റ്റെപ്പുകൾ വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, ബാക്കിയെല്ലാം ദൈവം ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് അതുകൊണ്ട് പാട്ടുകാരൻ പഴയൊരു പാട്ടുണ്ടല്ലോ, മുമ്പിൽ ഒരു ചുവട് വയ്ക്കുവാൻ മാത്രം ഇട കാണുന്നു ഞാൻ, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ, അല്ലേ? പഴയൊരു പാട്ടുണ്ടല്ലോ, മുമ്പിലൊരു ചുവടു വയ്പ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, ബാക്കിയെല്ലാം ബാക്കിയെല്ലാം ദൈവത്തിന്റെ കരങ്ങളില്ല. ഇന്ന് രാത്രികാലം ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ, സ്റ്റെപ്പുകൾ എടുക്കുവാൻ കഴിയാതെ, ഈ പ്രാർത്ഥനയ്ക്കൊന്ന് പങ്കെടുത്ത് നോക്കാം, ഇന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കാമെന്നും പറഞ്ഞ് ആരെങ്കിലും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവിൽ വിശ്വസിക്കൂ. ഹല്ലേലൂയ. ദൈവം മതിയായവനാണ്. എന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ, എന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എന്നെ കൈപിടിച്ചു നടത്തുവാൻ കഴിയാവുന്ന, കൈപിടിച്ചു നടത്താൻ കഴിയുന്ന ഒരുവനാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ധൈര്യമായി വ്യക്തിപരമായി ദൈവത്തിൽ വിശ്വസിക്കൂ. അബ്രഹാം അങ്ങനെ വിശ്വസിച്ച ഒരാളാണ്. പ്രൈസ് ദി ലോർഡ്. ഇബ്രാഹിം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, അബ്രഹാം അങ്ങനെ വിശ്വസിച്ചു. അബ്രഹാമിനെ വിശ്വസിച്ചത് എങ്ങനെയെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അബ്രഹാം വിശ്വസിച്ചത് എങ്ങനെയാണ്? ദൈവത്തിന് കഴിയും. സാഹചര്യം, അബ്രഹാമിന്റെ കണ്ണാൽ കാണുന്ന സാഹചര്യം എന്താണ്? 100 വയസ്സായി, സാറായുടെ ഗർഭപാത്രം നിർജീവത്വമായി. അത് കാഴ്ചയാലാണല്ലേ? കാഴ്ചയാൽ നോക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്ന പലതുമാണ് കാഴ്ചയാൽ കാണുന്നത്. എന്താണെന്ന്? തനിക്ക് 100 വയസ്സായി, സാറായുടെ ഗർഭപാത്രം നിർജീവത്വമായി. അപ്പോഴും അബ്രഹാമിന്റെ ഉള്ളിൽ റോമാലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും ഇങ്ങനെ വായിക്കുന്നുണ്ട്, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തനെന്ന് അവൻ വിശ്വസിപ്പാനിടയായി. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. നിങ്ങൾ കേട്ട ദൈവീക വാഗ്ദത്തം കാലം അല്പം പോയാൽ 120 വർഷം നോഹ കാത്തിരുന്നു, അബ്രഹാം 100 വർഷം കാത്തിരുന്നു. ഇന്ന് രാത്രികാലം പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ
നിവർത്തിക്കുവാൻ ശക്തനാണ്. ആ ദൈവം അത് ചെയ്യുമെന്ന് ഇന്ന് രാത്രികാല വിശ്വാസത്തോടെ പറയുവാൻ കഴിയുന്ന എത്ര പേര് ഇതിനകത്തുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. എന്നോട് ദൈവം പറഞ്ഞതുപോലെ തന്നെ ദൈവം ചെയ്യും. ഞാൻ ഒരു പുസ്തകത്തിൽ കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. സംഭവ കഥയാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു ബാലൻ, ഒരു പട്ടണത്തിലെ കുട്ടി മുടന്തനായി ജനിച്ചു. അവന് ബൈ ബർത്തിലെ തന്നെ മുടന്തനാണ്, നടക്കുവാൻ കഴിയാത്ത, അവന്റെ കാലിന് സ്വാധീനമില്ല. പക്ഷെ അവൻ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കും, പ്രാർത്ഥിക്കും. അവന്റെ അപ്പനും അമ്മയും നല്ല ആത്മീയരാണ്. ഒരു ദിവസം അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവനോട് പറഞ്ഞു, ഈ മാസം ഒരു പ്രത്യേക ഡേറ്റ് പറഞ്ഞിട്ട് 25-ാം തീയതി ദൈവം നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അവൻ അങ്ങ് വിശ്വസിച്ചു. അവൻ ആഴമായിട്ട് അങ്ങ് വിശ്വസിക്കും. അവൻ അപ്പനെ വിളിച്ചു പറഞ്ഞു, പപ്പാ, മമ്മി, ഡാഡി, മമ്മി, ദൈവനോട് പറഞ്ഞു കമ്മിങ് 25th ദൈവനെ സൗഖ്യമാക്കാൻ പോകുക. അപ്പനും അമ്മയ്ക്കും സന്തോഷമായി. അവർ ദൈവത്തെ സ്തുതിച്ചു. പക്ഷേ അവർക്കൊരു പ്രയാസം, കർത്താവേ, കുറേ വർഷമായി ഞങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക, ജനന മുതൽ പ്രാർത്ഥിക്കുക, സൗ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കുക. 25-ാം തീയതി സൗഖ്യമായില്ലെങ്കിൽ ഇവൻ വിശ്വാസത്തിൽ തുടരുമോ? ഇവൻ ക്ഷീണിച്ചു പോകുമോ? ഇവന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി ഇവന്റെ വിശ്വാസത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ അപ്പനും ആരംഭിച്ചു. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയല്ലയോ? നമ്മളൊക്കെ പലപ്പോഴും, എനിക്കറിയാം, എന്റെ ഭാര്യയുടെ അവസ്ഥ കണ്ടിട്ട് ചിലരൊക്കെ അവിടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നിർത്തിയിട്ട് എന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, ആ ദേവദാസ ക്ഷീണിച്ചു പോകരുതെന്നുള്ള പ്രാർത്ഥനയാണ്. അത് യൂഷ്വൽ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന കാര്യം. പണ്ടൊരിക്കൽ അപ്പച്ചനും മോനും കൂടെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മോനെ ബാ, നമുക്ക് മഴയ്ക്ക് വേണ്ടി നടന്ന് പ്രാർത്ഥിക്കാം, മഴയില്ലാത്ത കാലം. അപ്പൊ പോയപ്പോ കൊച്ചു ചോദിച്ചു, പപ്പാ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലെ കുട എടുക്കണ്ടേ? അപ്പച്ചന്റെ മറുപടി, മോനെ, കുടയൊന്നും വേണ്ട, മഴയൊന്നും പെയ്യത്തില്ല, നമ്മൾ നടന്ന് പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ വിശ്വാസം അങ്ങനെ, നമ്മളിങ്ങനെയൊക്കെ പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ദൈവം പ്രവർത്തിക്കുമെന്ന ഉറപ്പായൊരു വിശ്വാസം. അപ്പൊ ഈ ബാലകൻ എങ്ങനെ വിശ്വസിച്ചു? ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവൻ അപ്പനെ അമ്മയും വിളിച്ചു പറഞ്ഞു, എനിക്കിടാൻ നല്ലൊരു ഷൂ വാങ്ങിച്ചു വെക്കണം, ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിക്കണം. അവരെല്ലാം വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, 25-ാം തീയതി ദൈവം എന്നെ സൗഖ്യമാക്കും, ആ സൺഡേ എനിക്ക് സാക്ഷി പറയണം. നിനക്കറിയാമോ, ചുരുക്കി ഞാൻ പറയട്ടെ, ദിവസങ്ങൾ മുന്നോട്ട് കടന്നുപോയി. 23 അമ്മയുടെ ടെൻഷൻ വർദ്ധിച്ചു, അപ്പന്റെ ടെൻഷൻ വർദ്ധിച്ചു. അവരാകെപ്പാട് നെർവസ് ആയി. അവർ പാസ്റ്റർ ഇൻഫോം ചെയ്തു, ആ സഭയെല്ലാം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങളുടെ കുഞ്ഞു വിശ്വാസം നിലനിൽക്കണമേ എന്ന്. 24-ാം തീയതി രാത്രിയായി. ഇവരിങ്ങനെ നോക്കിയിരിക്കുക, ദൈവം പറഞ്ഞതുപോലെ സംഭവിക്കുമോ എന്ന് ഇവരിങ്ങനെ നോക്കിയിരിക്കുക. നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ, അപ്പനും അടുത്ത റൂമിൽ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദൈവമേ എന്റെ മോൻ വിശ്വാസം ക്ഷീണിച്ചു പോകരുത് കർത്താവേ, അവൻ തളർന്നു പോകരുതെന്നാണ്. എന്നാൽ ദൈവം പറഞ്ഞ് ആ ദിവസം, ആ സമയമായപ്പോൾ, ഹല്ലേലൂയ, അകത്ത് റൂമിൽ നിന്ന്, അവന്റെ റൂമിൽ നിന്ന് പപ്പായും മമ്മി ആർത്തവൻ വിളിച്ചു പറഞ്ഞു, പപ്പ, മമ്മി ഓടി വരിക. ഓടിച്ച് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, നടക്കുവാൻ കഴിയാത്ത കുഞ്ഞ് എഴുന്നേറ്റ് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്നതാണ്. ആ ദൈവം പറഞ്ഞ സമയത്ത് അവിടെ വന്ന് ദൈവം അവനെ സൗഖ്യമാക്കുന്ന ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഞാൻ നിങ്ങൾ കുറെ വർഷമായി കാണാം, ദൈവത്തെ സേവിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, വിശ്വാസത്തിലായിരിക്കുന്നു. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഇന്ന് രാത്രി കുഞ്ഞ് വിശ്വസിച്ചതുപോലെ ഞാനും നിങ്ങളും കേൾക്കുന്ന ദൈവ ശബ്ദം, അത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ശബ്ദമാണ്, എന്നോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. അത് ദൈവം അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഉറപ്പോടെ വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേർ ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്? ഇന്ന് രാത്രി കാലം വിശ്വാസത്താൽ നടക്കുന്നവർ ഇന്ന് രാത്രി കാലം പറയട്ടെ, we should have an extraordinary faith. അസാധാരണകരമായ ഒരു വിശ്വാസം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി കാലം നിങ്ങൾ കേട്ട ദൈവ ശബ്ദത്തെ വിട്ടുകളയാതെ ഉറച്ചു പറഞ്ഞാട്ടെ. എന്തു കാണുന്നു എന്നുള്ളതല്ല, എന്തു ദൈവം നമ്മോട് പറഞ്ഞു അതാണ് യാഥാർത്ഥ്യം. അതിൽ നിങ്ങൾ വിശ്വസിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരുപക്ഷെ കാണുന്നത് പിറവിയിലെ മുടന്തനായിരിക്കുന്ന അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ പിറവിയിലെ നടക്കാൻ കഴിയാത്ത ഒരു പൈതലിനായിരിക്കാം. അവൻ അതല്ല കാണുന്നത്. അവന്റെ ഹൃദയത്തിൽ എപ്പോഴും അവൻ കേൾക്കുന്ന ഒരു ശബ്ദം, ദൈവം അവനോട് പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദത്തെ അവൻ അങ്ങനെ തന്നെ വിശ്വസിപ്പാനിടയായി. ഇന്ന് രാത്രി കാലം അങ്ങനെ വിശ്വസിപ്പാനിടയായി തീർന്നാൽ ഇതിനകത്ത് രോഗികൾ ഇപ്പോൾ സൗഖ്യമാകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീരും. ദൈവ ശബ്ദത്തിന്റെ നിവൃത്തി ഇന്ന് രാത്രി കാലം ദൈവം പൂർത്തീകരിപ്പാനിടയായി തീരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
അബ്രഹാം 100 വർഷം കാത്തിരുന്നു. ആ കാത്തിരിപ്പ് വൃഥാമായി തീർന്നില്ല. അവന്റെ ശരീരം നിർജീവത്വമായപ്പോഴും ആശയ്ക്ക് വിരോധമായ ആശയോടെ അവർ കാത്തിരുന്നു. ദൈവം അത് ചെയ്യുവാനിടയായി. പ്രിയമുള്ളവരെ, ഞാൻ 2018 അമേരിക്കയിൽ വന്നു. 17 എനിക്ക് ബോംബെ വെച്ച് തന്നെ എന്റെ തൊണ്ടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. എന്റെ വിശ്വാസികൾ പലരും ഇതിനകത്തിരിപ്പുണ്ട്. അവരുടെ വിചാരം തൊണ്ടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. എന്റെ വൈഫ് രോഗി അതിന് മുമ്പ് തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ ഡോക്ടറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അന്നോട് ബയോപ്സി എടുക്കണം. എന്റെ മനസ്സിലേക്ക് അത് കിടപ്പുണ്ട്, ബയോപ്സി എടുക്കണം. വേറൊരു ഡോക്ടറെ കണ്ടപ്പോൾ അതൊന്നുമല്ല, കാരണം ഇൻഫെക്ഷൻ ആയത്. അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത് മരുന്ന് തന്നു. ഞാൻ ഓക്കെ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയ്ക്കൊരു വേദന വരുമ്പോൾ എന്റെ ഉള്ളിൽ ചെറിയ ചിന്ത, പണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഈ ഒരു ചെറിയ ചിന്ത, മനുഷ്യനല്ലേ ഇടയ്ക്കിടയ്ക്ക് കിടന്നു. ഞാൻ അമേരിക്ക വന്നു. മിക്കവാറും ദിവസങ്ങൾ മീറ്റിംഗ് നടക്കുമ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് പ്രയാസമുണ്ട്. ഞാനോടും പറഞ്ഞില്ല, കാരണം ഒന്നാമത് കൈക്ക് വയ്യാതൊക്കെ അവിടെ വന്നേ. പാസ്റ്റർക്കൊക്കെ അറിയാം, പല പ്രശ്നങ്ങളും പല ഇഷ്യൂസും വിവരമില്ലെന്ന് താമസിച്ചൊക്കെ എന്നെ ഒത്തിരി ഒരു ഹെൽപ്പ് ചെയ്തു. പല ഇഷ്യൂസ് എനിക്ക് ഇത് കൂടെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ആരോടും പറഞ്ഞില്ല, കാരണം ഞാൻ ഒരു ബാധ്യതയായി തീരല്ലോ എന്നാണ് ഞാൻ പറഞ്ഞില്ല. ഞാൻ ബോംബെ തിരിച്ചു വന്നു ജൂൺ മാസം ആദ്യത്തെ ആഴ്ച. ഞാൻ ആ സൺഡേ കഴിഞ്ഞ് ആദ്യം ചെയ്തത് ബോംബെയിലെ ബ്രീച്ച് ഗാന്ധി ഹോസ്പിറ്റലിൽ ഞാൻ കാണുന്ന ഡോക്ടറെ ചെന്ന് കണ്ട് തൊണ്ടയൊന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്കറിയാമോ, ഞാൻ തൊണ്ടയുടെ വിഷയമായി ഡോക്ടറൊക്കെ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫാദറെ ഒന്ന് സ്കാൻ ചെയ്യണം, CT സ്കാൻ എടുക്കണം. എടുത്തു കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിനകത്ത് എഴുതിയിരിക്കുന്നു, എന്റെ തൊണ്ടയ്ക്ക്, എന്റെ വോക്കൽ കോഡിന്, ഞാൻ പറഞ്ഞിട്ടുള്ള വോക്കൽ കോഡിന് പണ്ടൊന്നും എടുത്തതാണ്, ആ റിപ്പോർട്ട് അങ്ങനെ ഉണ്ട്. വീണ്ടും റിപ്പോർട്ട് എടുത്തപ്പോൾ അതേ റിപ്പോർട്ട് 2.5 സെന്റിമീറ്റർ ഗ്രോത്ത് എനിക്കുണ്ട്. ഞാൻ അമേരിക്ക വരുന്നതിന് മുമ്പ് അതേ റിപ്പോർട്ട് അമ്മാനി ഹോസ്പിറ്റലിൽ എടുത്തതാണ്. അന്ന് അവരെന്നോട് പറഞ്ഞു ബയോപ്സി എടുക്കണമെന്ന്. ഞാൻ കേട്ടില്ല. ഈ ഡോക്ടർ ഈ പ്രാവശ്യം പറഞ്ഞു, ഫാദർ എനിക്കൊരു സംശയമുണ്ട്, നിങ്ങൾ നിശ്ചയമായും ഒന്ന് ബയോപ്സി എടുക്കണമെന്ന് പറയുന്നത്. ഞാൻ ആ ബ്രീച്ച് ഗാന്ധി ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഒരു അഡ്മിറ്റ് ചെയ്ത് ഒരു MR സ്കോപ്പി ചെയ്യണം, സ്കോപ്പ് ചെയ്ത് തൊണ്ട മൊത്തം ഒന്ന് പരിശോധിക്കണം, ഒരു ബയോപ്സി എടുക്കണം അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, സാറേ ഈ പ്രാവശ്യം എന്താണ് എടുത്തേ പറ്റത്തുള്ളൂ ബയോപ്സി. ഞാനും ഇത് കേട്ട് മടുത്തു എന്ന് ഞാനും പറയുവാനിടയായി തീർന്നു. പ്രൈസല്ലോ. ഇതൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞെങ്കിലും ഞാൻ ഭവനത്തിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മാനുഷികമായി ഞാൻ വളരെ വേദനിച്ചൊരു രാത്രി, വളരെ പ്രയാസപ്പെട്ടൊരു രാത്രി. എനിക്കൊരു ചെറിയ പ്രയാസം. ലിജി ഇങ്ങനെ കിടക്കുന്നു, എന്റെ കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രായമായിട്ടില്ല. കർത്താവേ, എനിക്കും കൂടെ ഇങ്ങനെ രോഗമുണ്ടായി, എന്തോ ചെയ്യുമെന്നൊരു ചിന്ത എന്റെ ഉള്ളിൽ കടന്നു വന്നു. പ്രൈസല്ലോ. ഞാൻ രാത്രിയിൽ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുക, ഞാൻ ഈ കസേര ഇരിക്കുന്ന പോലെ ഇരിക്കുക. എനിക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഉറക്കം വരുന്നില്ലപ്പോൾ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും തുറന്ന് ഞാൻ പറയുക, പാട്ട് ഞാൻ കേൾക്കും. കാരണം ഹൃദയം ഇങ്ങനെ ക്ഷീണിച്ചു പോകാതിരിക്കാൻ വേണ്ടി പാട്ട് കേൾക്കും. ഞാൻ അങ്ങനെ പാട്ട് കേൾക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടിരിക്കുന്നു. ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ കേട്ടൊരു പാട്ടുണ്ട്. ഞാൻ അത് പാസ്റ്റർക്ക് അന്ന് തന്നെ ഷെയർ ചെയ്തു. സതീഷ് പാസ്റ്റർക്ക്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഞാൻ ഈ പാട്ട് പാടി, ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ പ്രിയമുള്ളവരെ, എന്റെ അന്തരാത്മാവിൽ ഭയങ്കര ഒരു ധൈര്യം എനിക്കുണ്ടായി. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു, കർത്താവേ, എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു, എന്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല, എന്റെ ദൈവത്താൽ കഴിയുമെന്ന് ഞാൻ പറഞ്ഞ് ആത്മാവിൽ ഞാൻ ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. എന്റെ തൊണ്ടയ്ക്ക് നല്ല വേദനയുണ്ട്. എന്റെ കയ്യിൽ കാഴ്ചയായിരിക്കുന്നതെന്നറിയാമോ, ഒരു മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, കുറെ സ്കാൻ പേപ്പറുകളുണ്ട്. എന്തെന്നറിയാമോ, 2.5 സെന്റിമീറ്റർ ഗ്രോത്ത് വോക്കൽ കോഡിൽ മേളിലുണ്ടെന്നുള്ള സ്കാനിങ് റിപ്പോർട്ട്. അതെല്ലാം ഒരു ശരിയായ റിപ്പോർട്ടുകളെല്ലാം എന്റെ കയ്യിലുണ്ട്. ഞാൻ എന്റെ തൊണ്ടയിൽ കൈവച്ച് ദൈവത്തെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായിത്തീർന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയി അഡ്മിറ്റായി. എന്നെ മയക്കി DL സ്കോപ്പിയെ കഴിഞ്ഞ് MR സ്കോപ്പിയെ കഴിഞ്ഞ് ബോധം വന്നപ്പോൾ ഡോക്ടറിന്റെ അടുക്ക് വന്നു. ബോംബെയിൽ ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ അടുക്ക് വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തോ ആയി? അദ്ദേഹം പറഞ്ഞു, ബയോപ്സി എടുത്തില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് എടുത്തില്ല? അദ്ദേഹം പറഞ്ഞു, ഫാദറെ, എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ സ്കാൻ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് എടുത്തപ്പോൾ കണ്ട ആ ഗ്രോത്ത് ഇന്ന് നിങ്ങളുടെ വോക്കൽ കോഡിൽ കാണുവാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രികാലം എനിക്ക് പറയുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, വിശ്വസിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ എക്സ്ട്രാ ഓർഡിനറിയായ അസാധാരണകരമായ ദൈവപ്രവൃത്തി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് കർത്താവിനുള്ള അടിയുറച്ചൊരു വിശ്വാസമാണ്. ഞാൻ കാണുന്നതെല്ലാം റിപ്പോർട്ടുകൾ.
ഞാൻ കാണുന്നതെല്ലാം എനിക്ക് വിരോധമായ കൈയെഴുത്തുകളാണ്. അതൊക്കെ യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ. പക്ഷേ അതിനപ്പുറമായി ഒന്ന് ഞാൻ കാണുന്നുണ്ട്. എന്തെന്നറിയാമോ? ഐ ഹാവ് എ ഫെയ്ത്ത് ഇൻ എക്സ്ട്രാ ഓർഡിനറി ഗോഡ്. ആ ദൈവത്തിന്റെ പ്രത്യേകത വചനം പറയുന്നു, ഒന്നുമില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുവാനും മരിച്ചതിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, അത്ഭുതവാനായിരിക്കുന്ന ദൈവത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നെങ്കിൽ ഈ രാത്രി ഞാൻ പറയട്ടെ, ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളുടെ പല വിഷയങ്ങൾക്കും മറുപടി നൽകുന്ന ദിവസങ്ങളാണെന്ന് ഇന്ന് രാത്രികാലം വിശ്വസിക്കുവാൻ ഞാൻ ജനത്തെ ഇന്ന് രാത്രികാലം പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം വിശ്വസിച്ചു, ജോഷുവ വിശ്വസിച്ചു. ജോഷുവ വിശ്വാസത്താൽ യാത്ര ചെയ്തു. യെരിഹോവ് മതിലിന് ചുറ്റും 7 പ്രാവശ്യം ചുറ്റി നടക്കാൻ ദൈവം പറഞ്ഞു. യോശുവ കാണുന്നത് ഘോരമേറിയ മതില. 3-4 തേരുകൾക്ക് മണ്ടക്ക് ഓടിക്കാൻ കഴിയത്തക്കവണ്ണം വിട്ടുള്ള, വീതിയുള്ള, നീളമുള്ള ഭയങ്കര മതിലാണ് യെരിഹോ മതില്. ഈ മതിലിന് മുകളിൽ പട്ടാളക്കാർ നിൽപ്പുണ്ട്, കാവൽക്കാർ നിൽപ്പുണ്ട്. ഈ മതില് വളരെ ശക്തമേറിയ മതിലാണ്. ആ മതില് 7 ദിവസം ചുറ്റി നടന്നാൽ, ആർപ്പിട്ടാൽ ഇടിയുമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും ബുദ്ധിയിൽ ചിന്തിക്കാൻ കഴിയുമോ? യോശുവയുടെ കണ്ണുകൊണ്ട് കാണുന്നത് എന്തെന്നറിയാമോ? ഭയങ്കര ശക്തമായ ഒരു മതില്. പക്ഷേ യോശുവ ദൈവം പറഞ്ഞത് വിശ്വസിച്ച് വിശ്വാസത്താൽ യാത്ര ചെയ്യാൻ ഇടയായി തീർന്നപ്പോൾ, 7 ദിവസം ചുറ്റി നടക്കുവാൻ ഇടയായി തീർന്നപ്പോൾ, 7ാമത്തെ ദിവസം യോശുവയുടെ കണ്ണിന് ഹല്ലേലൂയ കണ്ണുകൊണ്ട്, സ്വന്തം കണ്ണുകൊണ്ട് കാണുവാൻ കഴിഞ്ഞ കാര്യം എന്തെന്നറിയാമോ? ഹല്ലേലൂയ. ആ മതില്, ശക്തമേറിയ മതില്, 1-2 തേരുകൾ ഓടിക്കത്തക്കോണം വിട്ടായ വീതിയുള്ള ശക്തമേറിയ മതില്, ഒരു ഡൈനമൈറ്റ് പോലും വെക്കാതെ, ഒരു പിക്കാസ് കൊണ്ട് പോലും കിളയ്ക്കാതെ ആ മതിലിനെ തന്നെ ഇടിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ അല്ല ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. 2021 ജനുവരി മാസം 13-ാം തീയതിയും എന്റെ ദൈവത്തിന് ഇതേ അത്ഭുതം ചെയ്യുവാൻ കഴിയും. എന്റെ ദൈവത്തിന് ഇന്ന് രാത്രിയിലും ഇതേ നിലയിൽ അബ്രഹാമിന് ചെയ്തത്, നോഹയുടെ ജീവിതത്തിൽ ചെയ്തത്, ഹാനോക്കിന്റെ ജീവിതത്തിൽ ചെയ്തത്, ജോഷുവയുടെ ജീവിതത്തിൽ ചെയ്തത്, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ചെയ്തത് ഇന്ന് രാത്രിയിലും ദൈവത്തിന് ചെയ്യാൻ കഴിയും. ആരുടെ ജീവിതത്തിൽ? ഇന്ന് രാത്രി കാലം വിശ്വസിക്കുവാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ, ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ, ഉറച്ചിന്ന് രാത്രി കാലം വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളും സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ വീണ്ടും വീണ്ടും പറയുന്നു, ദൈവമക്കളെ, കാഴ്ചയാലല്ല കാണുന്നതല്ല നാം വിശ്വസിക്കേണ്ടത്. ദൈവം നമ്മോട് പറഞ്ഞത്, ദൈവത്തിന്റെ വചനം എന്ത് പറഞ്ഞോ അത് നാം വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ബാലന്മാർ അവർ കാണുന്നതെന്നറിയാമോ? തീച്ചൂളയാണ്. 10 മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്ന തീച്ചൂള. രാജാവിന് ദേഷ്യം കൊണ്ട് തീച്ചൂളയുടെ ആ കാഠിന്യം വർദ്ധിപ്പിച്ചു. എബ്രായ ബാലന്മാർ കണ്ണുകൊണ്ട് കാണുന്നത് തീച്ചൂളയാണ്. തീയിലേക്ക് വലിച്ചെറിഞ്ഞാൽ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? തീക്കകത്തേക്ക് ചാടിയാൽ ആരെങ്കിലും തിരിച്ചു വരുമോ? അവർ ബൈ സൈറ്റ് കൊണ്ട് അവർ കാണുന്നത് തീച്ചൂള. ഭയങ്കര തീക്കൊണ്ട ഇങ്ങനെ കത്തിച്ചു നിർത്തിയിരിക്കുകയാ അവരെ എടുത്തെറിയുവാൻ വേണ്ടി. പക്ഷേ അവര് ബൈ സൈറ്റിൽ അവർ കണ്ണുകൊണ്ട് അത് കാണുമ്പോഴും അവരുടെ അകത്തൊരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. എന്നറിയാമോ? ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം ഈ തീച്ചുളയുടെ നടുവിൽ ഹല്ലേലൂയ ഇറങ്ങി വന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ ശക്തനാണ്. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നിങ്ങളുടെ പ്രശ്നം വലുതായിരിക്കാം, പ്രശ്നം ആർക്ക് പരിഹരിക്കാൻ കഴിയുന്ന അപ്പുറമായിരിക്കാം. ഒരുപക്ഷെ മെഡിക്കൽ സയൻസ് പറയുന്നുണ്ടാകാം ഇനിയും രക്ഷയില്ല എന്ന്, മെഡിക്കൽ സയൻസ് പറയുന്നുണ്ടാകാം ഇനിയും നിങ്ങൾക്ക് രക്ഷയില്ല, സൗഖ്യമില്ല എന്ന്, ലോകത്ത് മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്ന്. എന്നാൽ ഇന്ന് രാത്രികാലം പറഞ്ഞാട്ടെ, എന്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. absolutely nothing. nothing പാട്ടുണ്ടല്ലോ, nothing absolutely nothing. ഒന്നുമില്ല. എന്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. കാരണം അവൻ സർവശക്തനായ ദൈവമാണ്. Praise the Lord.
അവൻ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് കഴിയും. എന്നോട് മെഡിക്കൽ സയൻസ് പറഞ്ഞത് ബ്രെയിൻ സെല്ലുകൾ ഡാമേജ് ആയാൽ ലോകത്ത് മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ ബോംബെയിലുള്ള പല ഡോക്ടർമാരോട് സംസാരിച്ചു. അനേകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ അനുഭവത്തിൽ 10, 50, 60 വയസ്സായ പ്രായ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി ഇന്ന് വരെ അങ്ങനെ ആരും ആ ബ്രെയിൻ സെൽസ് പൂർണ്ണമായി നശിച്ചു പോയിട്ട് മടങ്ങി വന്ന ചരിത്രമില്ല. അത് യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷെ എന്റെ വിശ്വാസം അതല്ല. എന്റെ വിശ്വാസം എന്ന് പറയുന്നത് അതിനപ്പുറത്തൊരു അബ്സല്യൂട്ട് ഫെയ്ത്ത് ഉണ്ട്. ദാറ്റ് ഈസ് വേർഡ് ഓഫ് ഗോഡ്. അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉളവാക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. അതാണ് എന്റെ വിശ്വാസം. ഇന്ന് രാത്രി കാലം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാകാം. പക്ഷേ അതിനപ്പുറത്ത് അബ്സല്യൂട്ട് റിയാലിറ്റി ഉണ്ട്. അത് ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവവചനം പറയുന്നത് നമ്മുടെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഔട്ട് ഓഫ് നത്തിങ്ങിൽ നിന്നാണ് ദൈവം സകലത്തെ നിർമ്മിച്ചത്, അല്ലേ? ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്? ഈ മേഡ് എവറിത്തിങ് ഔട്ട് ഓഫ് നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം സകലത്തെ നിർമ്മിക്കുവാനിടയായി തീർന്നതെങ്കിൽ ഇന്ന് രാത്രികാലം ഇത്ര ശക്തനായ ദൈവത്തിന്, ഇത്ര ബലവാനായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ ചെറിയ പ്രശ്നത്തെ, നാം വലുതെന്ന് കാണുന്ന പ്രശ്നം ദൈവത്തിന് ചെറുതല്ലേ പ്രിയനെ? ആ ചെറിയൊരു പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അവിടെ ഇന്ന് രാത്രി ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്താൽ പറഞ്ഞാട്ടെ, മൈ ഗോഡ് ഈസ് ഏബിൾ. എന്റെ ദൈവത്തിന് കഴിയാത്തതൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് എത്ര പേർക്ക് ഉറപ്പുള്ളവർ കരമുയർത്തി ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, എന്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. എന്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ആരോടൊക്കെയോ ആത്മാവിൽ ഒരു ദൂതിയെ വിളിച്ചു പറയുകയാ. ജോലി നഷ്ടപ്പെട്ട് കാണാം, ബിസിനസ് അടഞ്ഞു കിടക്കുന്നുണ്ടാകാം, 2021 ശുഭകരമല്ലെന്ന് ലോകമെല്ലാം വിളിച്ചു പറയുമ്പോൾ, ലോകത്തിലെ തത്വജ്ഞാനികൾ, സാമ്പത്തിക വിദഗ്ധന്മാരെല്ലാം വിളിച്ചു പറയുന്നു 2021 എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു വർഷമായിരിക്കത്തില്ല എന്ന് പറയുമ്പോഴും അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, എന്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന്. ഇന്ന് രാത്രി പ്രതികൂലങ്ങളുടെ നടുവിലും ഒരു ഹല്ലേലൂയ അനുകൂലമായി ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് തിരുവചനം പറയുന്നത് ഒരു ദോഷവും തട്ടാതെ നമ്മെ സൂക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രികാലം വിശ്വാസം ഉറച്ചുകൊണ്ട് ധൈര്യമായി പറഞ്ഞാട്ടെ, ഞാൻ കാഴ്ചയാലല്ല, ഞാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ കാഴ്ചയാലല്ല, ഞാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒത്തിരി അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എനിക്ക് പറയുവാൻ ആഗ്രഹം. 8 മണി വരെ സമയം എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ തിടുക്കത്തെ മുന്നോട്ട് കടന്നു പോകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ. എത്ര ഉറപ്പോടെ പറയാൻ കഴിയും? കാഴ്ചയാലല്ല വിശ്വാസത്താൽ. ഞങ്ങളുടെ സഭയിൽ കഴിഞ്ഞ വർഷം ഒരു സഹോദരിയുണ്ട്, ടീന. ഞങ്ങൾ ഒത്തിരി ആ കുട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചു. വിവാഹം നടക്കുന്നില്ല, പ്രായമായി. ഒരു സമാജത്തിൽ ദൈവാത്മാവിൽ ഞങ്ങളോട് പറഞ്ഞു, തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ച് ആത്മാവോട് പറയാൻ പറഞ്ഞു, 2018 ഡിസംബർ മാസം 31 ഇതിന്റെ വിവാഹ സംബന്ധമായ കാര്യങ്ങളുടെ മേൽ ദൈവം തീർപ്പ് കൽപ്പിക്കും. നമ്മൾ വിശ്വസിച്ചു. നല്ലൊരു കുട്ടി, ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടി, കൃപാവരമുള്ള ഒരു കുട്ടി. അവൾ വിശ്വസിച്ചു. അവൾ ദൈവത്തെ ശക്തമായി വിശ്വസിച്ചു, ഫോളോ ചെയ്തു. നിങ്ങറിയാമോ, ഞാനങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവം അങ്ങനെ പറഞ്ഞു, ഒന്നും സംഭവിക്കുന്നില്ല. ഒരു കല്യാണാലോചന പോലും വരുന്നില്ല. ഞാൻ ചിലതൊക്കെ ആലോചിക്കാൻ തുടങ്ങി. അതും നടന്നില്ല. ഹല്ലേലൂയ. കാരണം എന്റെ ഉള്ളൊരു വിശ്വാസമുണ്ട്, ദൈവം പറഞ്ഞ പോലെ ചെയ്യും. എല്ലാ ഞായറാഴ്ചയും വന്ന് കുട്ടിയെ കാണുമ്പോൾ അവളോട് ഞാൻ പറയും, മോളെ ദൈവം പറഞ്ഞതുപോലെ ദൈവം ചെയ്യും. അവൾ പറയും, സംഘങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. 2018 ഡിസംബർ മാസമായപ്പോൾ 18-ാം തീയതിയൊക്കെ ആയപ്പോൾ അവള് പറഞ്ഞു, അങ്കിളെ ഒരു പ്രപ്പോസൽ വന്നു, നാട്ടിൽ പോവാൻ. ഒരു പ്രപ്പോസൽ വന്നു, നാട്ടിൽ നിന്ന് വിളിച്ചു പോവുകയാണ്. എനിക്ക് സന്തോഷമായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണല്ലോ. അവൾ നാട്ടിൽ സന്തോഷത്തോടെ പോയി. പക്ഷെ നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അങ്കിളെ 20-ാം തീയതി വിളിച്ചു, ഞാൻ തിരിച്ചു വരിക. എനിക്ക് എന്ത് പറ്റി? അത് കണ്ടു, ഇഷ്ടപ്പെട്ടില്ല, അത് മാറിപ്പോയി. അവൾ തിരിച്ചു വന്നു. 26-ാം തീയതി സഭായോഗത്തിന് പ്രസംഗിക്കുക. അന്ന് ഞാൻ പ്രസംഗിച്ച വിഷയം ഇതാണ്, നീ ഈ വിശ്വാസത്തോടെ പോകാം, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കുവാനിടയായി തീർന്നു. ഇവിടെ ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്. ഈ പ്രസംഗിക്കുമ്പോൾ ഇവിടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കൊരു ചെറിയ പ്രയാസമുണ്ട്. ദൈവമേ, ഇവിടെ പറഞ്ഞ കാര്യങ്ങളോ സംഭവിച്ചില്ലല്ലോ. ഇവള് ധൈര്യമായിട്ട് അത് ഏറ്റെടുത്തു. അവൾ അങ്ങനെ വിശ്വസിപ്പാനിടയായി തീർന്നു. നിങ്ങൾക്കറിയാമോ, അവൾ ആരാധന കഴിഞ്ഞ്, അവളൊരു നേഴ്സാണ്.
അവളുടെ അംബാനി ഹോസ്പിറ്റൽ നേഴ്സാണ്. ഹോസ്റ്റലിലേക്ക് ഓട്ടോയെ പൊക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്നൊരു ഫോൺ, 1:30 വീട്ടിൽ നിന്നൊരു ഫോൺ, ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ നാട്ടിൽ വരണം, നിനക്കൊരു പ്രപ്പോസൽ ശരിയായിരിക്കുന്നു. ദൈവത്തെ സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൾ നാട്ടിൽ പോയി, പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് 30-ാം തീയതി അവിടെ കല്യാണം ശരിയാകുവാനിടയായി തീർന്നു. പ്രിയരേ, ദൈവം പറഞ്ഞാൽ കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവം പറഞ്ഞാൽ, ദൈവം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാലം പറയാൻ കഴിയും? നമ്മൾ എത്ര ദൈവിക വാഗ്ദത്തം കേട്ടവരാണ്, എത്ര ദൈവ ശബ്ദം കേട്ടവരാണ്. ഇന്ന് രാത്രി കാലം നമുക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഡിസംബർ മാസം 30-ാം തീയതി ഹല്ലേലൂയ ദൈവയുടെ ജീവിതത്തിൽ അവിടെ വിവാഹം നിശ്ചയം നടക്കുവാനിടയായി തീർന്നു. ഞാൻ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രി കാലം വിശ്വാസത്താൽ നടക്കുന്നവൻ കാണുന്നതല്ല വിശ്വസിക്കുന്നത്. വചനം എന്തു പറഞ്ഞോ, ദൈവം എന്തു പറഞ്ഞോ, അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. മോസസ് അല്ലേ, മോശ എന്തുവാ കാണുന്നേ? മോശയുടെ മുമ്പിൽ ഫറവോന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത, മിസ്രയീമിലെ ധനം, ഇതെല്ലാം മോശ കാണുന്നുണ്ട്. വിശ്വാസത്താൽ അതെല്ലാം വിട്ടുതരങ്ങി വന്നു. ആര് നടത്തും? പാട്ടുകാരൻ പാടിയ പോലെ ആര് സംരക്ഷിക്കും, ആര് കരുതുന്നുള്ള ചിന്തയൊന്നും മോശയ്ക്കില്ല. ഇന്നൊരു പക്ഷെ എന്നെ കേൾക്കുന്ന ചിലരൊക്കെ ജോലി വിട്ട് ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങുവാൻ ദൈവം പറഞ്ഞിട്ട് ചിന്തിച്ച് നിൽക്കുകയായിരിക്കാം. ആര് നടത്തും, ആര് നടത്തും, ആര് നടത്തും, എങ്ങനെ കാര്യം ശരിയാകും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ മോശ വിശ്വാസത്താൽ ഇറങ്ങി, ദൈവം നടത്തിയില്ലേ പ്രിയരെ? അവിടെ എന്നെ സന്തോഷിപ്പിച്ച കാര്യം ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. മോശ ജനത്തെ മുന്നോട്ട് നടത്തുമ്പോൾ, ചെങ്കടലിന്റെ നടുവിൽ ജനം എത്തി നിൽക്കുമ്പോൾ, അവരുടെ കാഴ്ചയാൽ അവരെ കാണുന്നത് വലിയ തിരമാലകളെയാ. അവരുടെ കാഴ്ചയാൽ അവരെ കാണുന്നത് എന്തറിയാമോ? ആഴക്കടലിനെയാ. കാഴ്ചയാൽ അവർ കാണുന്നത് പുറകിൽ ഫറവോന് സൈന്യം വരികയാണ്. പക്ഷേ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് മുന്നോട്ട് വെടുക്കുവാൻ ശരിയായപ്പോൾ, വിശ്വാസത്താൽ മുന്നോട്ട് നടക്കുവാൻ ദൈവം പറഞ്ഞു മൂവ് ഫോർവേഡ്, മുന്നോട്ട് പോകുക. മോശ പറഞ്ഞത് ഇവിടെ നിൽക്കുക, ദൈവം ചെയ്യാമെന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളാം. നല്ലൊരു ദൂത അല്ലേ? നമ്മളൊക്കെ സ്വന്തം പറഞ്ഞ കാര്യമാണ്. ഇവിടെ നിൽക്കുക, ദൈവം ചെയ്യാമെന്ന രക്ഷയെ കാണും. ഇന്ന് കണ്ട മിസ്രയീമിനെ കാണത്തില്ലെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്താ പറഞ്ഞറിയാം? മോശേ, നീ എന്തിനാ കരയുന്നേ? നീ ജനത്തോട് പറയുക, മുമ്പോട്ട് പോകാൻ ജനത്തോട് പറയുക. എങ്ങനെ മുന്നോട്ട് പോകും? ആഴക്കടലല്ലേ? ഞാൻ ബൈ സൈറ്റിൽ കാണുന്നത് ആഴക്കടലാണ്. എന്റെ നഗ്നനേത്രം കൊണ്ട് കാഴ്ചയെ ഞാൻ കാണുന്നത് തിരമാലകളാണ്. പുറകിൽ ഫറവോന് സൈന്യമാണ്. അവിടെയാണ് ദൈവം പറഞ്ഞ, മോശേ, ഒരു വടി നിന്റെ കൈ ഞാൻ തന്നിട്ടുണ്ട്, വിശ്വാസത്തെ നിന്റെ കൈ ഞാൻ തന്നിട്ടുണ്ട്. ആ വിശ്വാസത്താൽ, ആ വിശ്വാസത്തിന്റെ വടി കയ്യിലെടുത്തുകൊണ്ട് നീ മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കാൻ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, നീ പ്രതീക്ഷിക്കാത്ത നിലയിൽ, ഇന്ന് വരെ കാണാത്ത നിലയിൽ, ഇന്ന് വരെ നടന്നിട്ടില്ലാത്തൊരു അത്ഭുതം നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ പോകുകയാണ്. 2021 മെട്രോ ദൈവസഭയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവജനത്തോട് ആത്മാവിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ തൊട്ടു പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ, വിശ്വാസത്താൽ നടക്കുവാൻ തയ്യാറായാൽ, കാണുന്നതിനെ അല്ല, ദൈവത്തിന്റെ വചനത്തെ, നിങ്ങൾ കേട്ട ദൈവശബ്ദത്തെ ഉള്ളതുപോലെ വിശ്വസിക്കുവാൻ തയ്യാറായാൽ, ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു അത്ഭുതം, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതം ചിലതിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത് ദൈവനാമം അതിലൂടെ മഹത്വമെടുക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ അപ്പോസ്തലർ 27-25 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന ഭാഗം കൂടെ പറഞ്ഞിട്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിരിക്കും കടന്നു വരികയാണ്. പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുകയാണ്, എന്റെ ദൈവം എന്നോട് പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 27:25. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ധൈര്യത്തോടെ ജീവിപ്പീൻ. എന്റെ ദൈവം, ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമായ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിൽ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ആ വാക്യം ഉത്തരിച്ച് പറയാൻ കഴിയും? എന്റെ ദൈവം എന്റെ പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ ഈ മീറ്റിങ്ങുകളിൽ എന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. പക്ഷേ പൗലോസേ, നീ അത് പറയുമ്പോഴും
ആലയിൽ 270 ആൾക്കാർ കാണുന്നതിനെ വിശ്വസിക്കുന്നവരാ. അവരെന്തുവാ കാണുന്നത്? തകരുന്ന കപ്പലിനെ. അവരെന്തുവാ കാണുന്നത്? ഈശാന മൂലനെ. അവരെന്തുവാ കാണുന്നത്? ആകപ്പാടെ പ്രതികൂല സാഹചര്യങ്ങൾ അവർ കാണുന്നു. രക്ഷപ്പെടുവാൻ യാതൊരു മാർഗമില്ലാത്ത സാഹചര്യത്തെ അവർ കാണുന്നു. അവർ ഭയപ്പെട്ടു പോയി, പ്രതീക്ഷയറ്റുപോയി. അവരെല്ലാം നിരാശപ്പെട്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ വിശ്വാസത്താൽ നടക്കുന്ന ഒരുവൻ ഹല്ലേലൂയ ദൈവ ശബ്ദം കേൾക്കുവാൻ ഇടയായിത്തീരുന്നു. അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? എന്റെ ദൈവം എന്നോട് പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭൂരിഭാഗവും കാണുന്നതിനെ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്താൽ നടക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിന്റെ വചനം പറയുന്നു, അവനോട് ദൈവം വ്യക്തമായി ഇടപെട്ട് പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുവാനുള്ള ദൈവ ശബ്ദം അവന്റെ ഹൃദയത്തിൽ പകർന്ന് അവനെ കേൾപ്പിച്ച് ആ പ്രതികൂലങ്ങളുടെ നടുവിൽ അവനെ നിർത്തുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ അത് വിശ്വസിക്കുന്നു? പ്രതികൂലങ്ങളുടെ നടുവിൽ വിശ്വാസത്താൽ നടക്കുവാൻ തയ്യാറായാൽ, വിശ്വാസത്താൽ നടക്കുന്നവന് മാത്രമേ പ്രാർത്ഥിക്കുവാനിടയായി തീരത്തുള്ളൂ. പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെ കിടന്നിട്ട് ആരാധനയ്ക്ക് പോകത്തില്ല, പാട്ടുകൾ പാടത്തില്ല, കൈ അടിക്കത്തില്ല, സ്തോത്രം ചെയ്യത്തില്ല. എന്നാൽ വിശ്വാസത്തിൽ നടക്കുന്നവൻ പ്രതികൂലം വരുമ്പോൾ അധികം പ്രാർത്ഥിക്കും, സ്തോത്രം, അധികം ദൈവത്തിൽ ആശ്രയിക്കും. രാക്കുവിൽ പാടുന്നത് രാത്രിയുടെ കാഠിന്യത വർദ്ധിക്കുമ്പോഴല്ലേ? പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് ദൈവത്തെ മുറുകെ പിടിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഭൂരിഭാഗവും നിരാശപ്പെട്ടിരിക്കുമ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മുഴങ്കാലം അടക്കിയവൻ പറയുകയാണ്, കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന് ദൂതൻ എന്റെ അടുക്കൽ കടന്നു വന്നു, എന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? പൗലോസേ, നീ കൈസരുടെ മുമ്പിൽ നിൽക്കണം, അതാണ് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം, അതാണ് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ഈ കടലിൽ നീ താഴെ ചത്തുപോകുക എന്നുള്ളതല്ല, ഈ കപ്പൽ തകർന്ന് നീ ഇവിടെ നശിക്കുക എന്നുള്ളതല്ല. ഈ കപ്പൽ തകരും, ഹല്ലേലൂയ, പക്ഷേ നിന്നെ ഞാൻ കൈസരുടെ മുമ്പിൽ നിർത്തും. ഇന്ന് രാത്രിയുടെ അടിവരയിട്ട് പറയട്ടെ, കൊറോണ കടന്നു വന്നു, ലോക്ക്ഡൌൺ ആയി, അനേകം ലോകത്ത് മാറ്റപ്പെട്ടു. എന്റെ ഭാവി എന്തായിത്തീരും? എന്റെ തലമുറയുടെ ഭാവി എന്തായിത്തീരും? എന്റെ ജോലി പോയി, ബിസിനസ് തകർച്ചയിലാണെന്നൊക്കെ പലപ്പോഴും പറയുന്നു. 21 പ്രതീക്ഷ വെക്കാൻ ഒന്നുമില്ലെന്ന് ലോകം പറയുന്നു. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, തിരുവചനം വിളിച്ചു പറയുന്നത്, എന്നെ കുറിച്ച് വിശ്വാസത്തിൽ നടക്കുന്ന, വിശ്വാസത്തിൽ സ്റ്റെപ്പ് എടുക്കുവാൻ തയ്യാറായാൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കുവാൻ ഇന്നിന്റെ സാഹചര്യങ്ങൾക്ക് കഴിയത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരുവനാണ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് പറയാൻ കഴിയും? എന്നെ കുറിച്ചുള്ള, എന്റെ തലമുറയെ കുറിച്ചുള്ള, എന്റെ ജോലിയെ കുറിച്ചുള്ള, എന്റെ ആരോഗ്യത്തെ കുറിച്ച്, എന്റെ സഭയെ കുറിച്ച്, എന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമെന്തോ, ദൈവത്തിന്റെ പദ്ധതി എന്തോ, അതിനെ തകർക്കുവാൻ, അതിനെ ചേഞ്ച് ചെയ്യുവാൻ, അതിനെ മാറ്റിമറിക്കുവാൻ ഇന്നെന്റെ പ്രതികൂലത്തിന് കഴിയത്തില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഈസ് ആൻ അൺചേഞ്ചിങ് ഗോഡ്. അവൻ അത് ചെയ്യുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ പൗലോസ് പറയുമ്പോഴും കാണുന്നത്, ബൈ സൈറ്റ് നോക്കിയാൽ കാണുന്നത്, അവിടെ രണ്ടു കൂട്ടരെ കാണും. വിശ്വാസത്താൽ നടക്കുന്ന പൗലോസ്, മറുഭാഗത്ത് കാഴ്ചയാൽ നടക്കുന്ന ഒരു കൂട്ടർ. കാഴ്ചയാൽ നടക്കുന്നവർ നിരാശപ്പെട്ടു, കാഴ്ചയാൽ നടക്കുന്നവർ വിലവിളിക്കുന്നു, കാഴ്ചയാൽ നടക്കുന്നവർ വിശ്വാസം കൈവിട്ടുപോയി, കാഴ്ചയാൽ നടക്കുന്നവർ ആകപ്പാടെ പ്രതിസന്ധിയിലായി, അവരാകപ്പാടെ ക്ഷീണിച്ചുപോയി, അവർ ദുഃഖിക്കുന്നു, അല്ലെ? ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല, ദുഃഖിക്കുന്നു, കരയുന്നു, വിലപിക്കുന്നു, കാഴ്ചയാൽ നടക്കുന്നവർ. പക്ഷേ വിശ്വാസം നടക്കുന്ന പൗലോസ് ധൈര്യമായിട്ടിരിക്കുക. സ്വത്രം സ്വത്രം സ്വത്രം. സാഹചര്യം എല്ലാം അനുകൂലമായിട്ടാണോ? ഇവർ രണ്ടുപേരും ഒരു കപ്പലിലല്ലേ? ഇവർ രണ്ടുപേരും സെയിം പ്രശ്നത്തിലെ അഭിമുഖീകരിക്കുന്നത്? ഇവർ രണ്ടുപേരും ഒരേ പ്രതിസന്ധിയിലല്ലേ ആയിരിക്കുന്നത്? പക്ഷേ ഇതാണ് വിശ്വാസത്തിൽ നടക്കുന്നവനും കാഴ്ചയിൽ നടക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിൽ നടക്കുന്നവൻ എഴുന്നേറ്റ് എന്ന് പറയുക, സഹോദരന്മാരെ, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങൾ ഭയപ്പെടരുതേ. സ്തോത്രം. എന്റെ ദൈവം പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസത്തിൽ നടക്കുന്നവന് പറയുവാനുള്ളത്. പക്ഷേ കാഴ്ചയിൽ നടക്കുന്നു പറയാനുള്ളതോ, ഇപ്പൊ താഴും, പ്രതീക്ഷ അറ്റുപോയി, ഞങ്ങൾ ഇപ്പോൾ നശിക്കും, അല്ലേ? അതാണ് കാഴ്ചയാൽ നടക്കുന്നവർക്ക് പറയാനുള്ളത്. ചിലരോട് സംസാരിച്ചാൽ ഉള്ള വിശ്വാസം കൊടുക്കും, ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അവർ നെഗറ്റീവ്സ് മാത്രമേ പറയത്തുള്ളൂ. വിശ്വാസത്തിന്റെ വാക്കുകളെ എനിക്കറിയാം. ഞങ്ങളുടെ വീട്ടിൽ എത്രയോ ആൾക്കാർ കടന്നു പറയാണ്ട് പ്രാർത്ഥിപ്പാൻ. ചിലർ വന്നാൽ നമുക്കൊരു ഭയങ്കര ധൈര്യം, നമ്മളെ ബൂസ്റ്റ് ചെയ്യുക. ചിലർ വന്നാലോ ഉള്ള വിശ്വാസം കൂടെ പോകും. അത് ചില ദൈവദാസന്മാരായിരിക്കും. എനിക്ക് പ്രാർത്ഥിച്ച് ചിലർക്ക് വന്നാൽ നമ്മൾ ഉള്ള വിശ്വാസം കൂടെ പോകും. എന്നാൽ വിശ്വാസത്തിൽ നടക്കുന്ന ഒരുവൻ ദൈവശബ്ദം കേൾക്കും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ദൈവശബ്ദം കേട്ടവനെ പ്രതികൂലങ്ങളുടെ നടുവിൽ ഉറച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ.
രണ്ട്, ദൈവ ശബ്ദം കേട്ടവനെ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ധൈര്യത്തോടിരിപ്പീൻ, നിങ്ങൾ ധൈര്യത്തോടിരിപ്പീൻ. ഒന്നും സംഭവിക്കത്തില്ല. കപ്പൽ തകരും, ഈശാനുമോൾ ആഞ്ഞടിക്കും, അതെല്ലാം യാഥാർത്ഥ്യമാണ്. പക്ഷേ ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല. ഇന്ന് രാത്രി കാലം ദൈവം എന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് കഴിയും? ഇയ്യോ പറയുന്നു, ഇയ്യോ എന്താ കാഴ്ചയാൽ കാണുന്നത്? ആകപ്പാടെ തകർച്ച, എല്ലാം നഷ്ടപ്പെട്ടു. ആടുമാടുകൾ, വസ്തു സമ്പത്തുകൾ എല്ലാം നഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, ഭാര്യ വിട്ടിട്ട് പോയി, ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ആകപ്പാടെ കാണുന്നത് കൂട്ടിനായിട്ട് കുറച്ച് പുഴുക്കൾ മാത്രം ഇയ്യോബിനുള്ളൂ. ചാരത്തിൽ ഇരിക്കുക. പക്ഷേ അദ്ദേഹം എന്താ പറയുന്നറിയാമോ? 19-ാം അധ്യായം 25-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. വിശ്വാസത്താൽ നടക്കുന്ന ധൈര്യമായിട്ട് പറയുകയാണ്, മൈ റിഡീമർ ലീവത്ത്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവന് വെളിപ്പെട്ട് വരുന്നത്. അടുത്ത വാക്യം പറയാണ്, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. എന്തൊരു ധൈര്യമാണ്, എന്തൊരു ഉറപ്പാണ് അല്ലേ വിശ്വാസം നടക്കുന്ന എന്തൊരു ഉറപ്പെന്നറിയാമോ? എല്ലാം നഷ്ടപ്പെട്ട്, ശരീരമെല്ലാം ക്ഷീണിച്ച്, കുഴികൾ അരിച്ചുകൊണ്ടിരിക്കും, എല്ലാവരും വിട്ടുപോയി. സ്വന്തം ഭാര്യ ഒരിക്കലും വിട്ട് പിരിയത്തില്ലെന്ന് ചിന്തിച്ച ഭാര്യ പോലും പറഞ്ഞു, മനുഷ്യ ചത്തുകളയാൻ പറഞ്ഞു, ഇതിലും ഭേദം ചാകുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോഴും പറയുന്നൊരു വാക്യതാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തിൽ നടക്കുന്നവന്റെ അതിരത്തിൽ അവിശ്വാസത്തിന്റെ വാക്കല്ല വരുന്നത്, അവൻ വിശ്വാസത്തിന്റെ വാക്ക് പറയും. വിശ്വാസത്തിൽ നടക്കുന്നവന്റെ ജീവിതത്തിൽ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യുന്ന വിശ്വാസത്തിന്റെ ദൃഢപ്രതിജ്ഞകൾ അവന് വിളിച്ചു പറയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം നിങ്ങളുടെ വാക്കുകൾ എങ്ങനെയാണ്? അത് അവിശ്വാസത്തിന്റെ വാക്കുകളാണോ അതോ വിശ്വാസത്തിന്റെ വാക്കുകളാണോ? ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാണുന്നതിനെ അല്ല, കാണാത്തതിനെ നിങ്ങൾ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ നടക്കുക. അവസാനമായി ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ നടന്നാൽ പ്രതികൂലങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് നമുക്കൊരു ചിന്തയുണ്ട്. 33-ാം വാക്യം തൊട്ട് നാം വായിക്കും, 35-ാം വാക്യം ഇവിടെ നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, വിശ്വാസത്തിൽ നടന്ന പലരും അവരിലൂടെ ചെയ്തെടുത്ത അത്ഭുതങ്ങളെ കുറിച്ചാണ് വായിക്കുന്നത്. 33-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ വിശ്വാസത്തെ ചില പേര് പറഞ്ഞിട്ട് പറയുക. 32-ാം വാക്യം, നീ എന്ത് പറയേണ്ടു? ഗിദ്യോൻ, ബാരക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശൗമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് പറയുവാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീന ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. ഒത്തിരി കാര്യങ്ങൾ ലിസ്റ്റിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് വിശ്വാസത്തിൽ നടന്നവർ പ്രാപിച്ച അസാധാരണകരമായ അത്ഭുതത്തെ കുറിച്ചാണ് പറയുന്നത്. ആ അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർ രാജ്യങ്ങളെ പിടിച്ചടക്കി, തീയുടെ ബലം കെടുത്തി, സിംഹത്തിന്റെ വായടച്ചു. ഇന്നും സാധ്യമാണ്. പക്ഷെ അടുത്ത വാക്യം കൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊരു തെറ്റിദ്ധാരണ അവിടെ ഉണ്ടാകാം. വിശ്വാസത്തിൽ നടന്നാൽ കഷ്ടത വരത്തില്ല, വിശ്വാസത്തിൽ നടന്നാൽ രോഗം വരത്തില്ല, വിശ്വാസത്തിൽ നടന്നാൽ പ്രതികൂലം വരത്തെന്ന് വെച്ച് നമുക്ക് വരാം. പക്ഷേ അതിന്റെ അവസാന ഭാഗങ്ങൾ കൂടെ നിങ്ങൾ വായിച്ചു നോക്കിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 36-ാമത്തെ വാക്യം, വേറെ ചിലർ അല്ലേ, അവിടെ മറ്റു ചിലർ നല്ലൊരു ഉയർത്തിരപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കുള്ള ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചുവാളുകളാൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. അവർ ലിസ്റ്റ് പറയുക. ഒരു കൂട്ടർ വിശ്വാസത്താൽ നടന്നവർ തീയുടെ ബലത്തെ കെടുത്തിയപ്പോൾ, വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിയൊഴിഞ്ഞപ്പോൾ, മറ്റൊരു കൂട്ടരെ കുറിച്ച് പറയുക, വിശ്വാസത്താൽ നടന്നവർ കഷ്ടതയിലൂടെ പോകേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അവർ കഷ്ടതയിലൂടെ അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് എബ്രായർ അടുത്ത അധ്യായത്തിൽ വായിക്കുന്നത്, നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകളുടെ വിരാമം കുറിക്കുമ്പോൾ ഞാൻ പറയട്ടെ, വിശ്വാസം നടക്കുന്ന ഭക്തന്മാർ ചിലരുടെ ജീവിതത്തിൽ കർത്താവ് ജയത്തിന്റെ പാതകൾ വെച്ചിരിക്കുമ്പോൾ, ചിലരുടെ ജീവിതത്തിൽ കഷ്ടതയുടെ പാതയാകാം. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ ജീവിതത്തിൽ ഈർച്ചുവാളുകളാൽ കൊല്ലപ്പെടേണ്ടി വരും, ചിലരുടെ ജീവിതത്തിൽ അടികൾ ഏൽക്കേണ്ടി വരും, ചില പ്രതികൂലങ്ങളൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷേ അവസാനമായിട്ട് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യമായത്. ഇബ്രാഹിം 1-ാം അധ്യായത്തിൽ അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു പട്ടണത്തിന് വേണ്ടി, നിത്യമായ ഒന്നിനു വേണ്ടി കാത്തിരുന്നു.
എന്റെ സമയം അവസാനിക്കുന്നല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വിശ്വാസത്തിൽ നടക്കുമ്പോൾ എക്സ്ട്രാ ഓർഡിനറിയായ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഡെഫിനറ്റ്ലി എന്റെ ജീവിതത്തിൽ എന്റെ ഈ റൈറ്റ് കണ്ണിന്റെ കാഴ്ച 90% പോയൊരു വർഷം 2018, 90%. ഹല്ലേലൂയ. പക്ഷേ കർത്താവിന് അത്ഭുതകരമായി സൗഖ്യം. ഒരു മെഡിസിനും ചെയ്തില്ല. ദൈവനെ അത്ഭുതകരമായി ദൈവനെ സൗഖ്യമാണ്. ഇനി ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും പ്രൈസിലോട് ഫാസ്റ്റിംഗ് പ്രയർ ആണല്ലോ, ഞാൻ പ്രൈസിൽ സമയം അധികം എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി കാലം സാക്ഷ്യത്തേക്കാൾ ഉപരി വചനം പറയുവാൻ ആത്മാവ് പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നത്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, വേറെ ചിലർ കഷ്ടത അനുഭവിച്ചു, ഈർച്ചു അടക്കപ്പെട്ടു, പല പ്രതികൂലത്തിലൂടെ കടന്നുപോയി. പക്ഷെ അവരെല്ലാം നിത്യത്തിലെത്തുവാൻ ഇടയായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മീറ്റിംഗിന്റെ അവസാന അല്ലെങ്കിൽ ഈ പ്രാർത്ഥന അവസാന സെക്ഷനിൽ ഞാൻ ഇപ്രകാരം ഇവിടെ കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ് കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യമായിരിക്കുന്നു എന്നാണ്. എന്റെ നിങ്ങളുടെ മുമ്പിൽ ദൈവം ചെയ്യുന്ന ഓട്ടം എന്തോ അത് വിശ്വാസത്താൽ ഓടുക. ഏത് ഓട്ടമാണോ ജോസഫിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടമല്ല തന്നെ സഹോദരന്മാർ മുമ്പിൽ കർത്താവ് വെച്ചിരിക്കുന്നത്. എനിക്ക് വെച്ചിരിക്കുന്ന ഓട്ടമല്ല ദൈവദാസന് മുമ്പിൽ കർത്താവ് വെച്ചിരിക്കുന്നത്. പക്ഷേ ദൈവം വെച്ചിരിക്കുന്ന ഓട്ടം ഓടുവാനുള്ള ആ ബലം ദൈവം നമുക്ക് തരും. ഓരോ ദിവസവും നമുക്ക് വിശ്വാസത്താൽ നടക്കാം. ഹല്ലേലൂയ. കഷ്ടത വന്നാലും പ്രതികൂലം വന്നാലും നിത്യമായ ഒരു രാജ്യം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യർ 4:18 പറയുന്നത്, കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യമാണ്. ഹല്ലേലൂയ. കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭവഭവൻ അടിഞ്ഞു പോകുക ആ ഭാഗം പറഞ്ഞു വന്നിട്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, നിത്യദിന പ്രകാശത്തിൽ ജീവിച്ച്, നിത്യദിന വെളിച്ചത്തിൽ ജീവിച്ച്, വിശ്വാസത്താൽ നടന്ന് നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. യേശു വരാറായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു വരാറായി. ഈ കാലങ്ങളിലൊന്നിൽ കാഹളം ധ്വനിക്കും. നമ്മുടെ കർത്താവ് യേശു മടങ്ങി വരും. വിശ്വാസത്താൽ നടക്കൂ. ഹാനോക്ക് ദൈവത്തോട് കൂടെ വിശ്വാസത്താൽ നടന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവനിൽ പ്രസാദിച്ചു. ദൈവം അവനെ എടുത്തുകൊണ്ടപ്പെട്ടു എന്ന് വായിക്കുവാൻ ഇടയായിത്തീരുന്നുണ്ട്. വിശ്വാസത്തിൽ നടന്നെങ്കിലേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ഉണ്ടെങ്കിലേ നിത്യതയിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. അതിനായി എന്നെയും നിങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഒരു പ്രാവശ്യം കർത്താവിന്റെ ദാസപ്പ സതീഷ് കുമാറിനോടും കുടുംബത്തോടും സഭയോടും നന്ദി അറിയിച്ചുകൊണ്ടും എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാവരോടും പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ടും ഇന്നത്തെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഞാനും നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. Praise the Lord. As Pastor was sharing the word from the word, I was reading through this words in this song. It says, "Nana parikshakal vedanagal nannayi enikkundayittilla nathane ullathil dhyaanichu ende ksheenam marannangu പോകുന്നു." Let's sing the song for the glory of God. പരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കുന്നുണ്ടായിരുന്നു. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കുന്നുണ്ടായിരുന്നു. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു ക്ഷീണം മറന്നു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചും കൊണ്ട് ക്ഷീണം മറന്നു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിതം പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു. അലകൾ പടകിൽ ആടിച്ചെന്നാൽ അല്ലലോരൽപ്പവുമില്ലെനിക്ക്. അലകൾ പടകിൽ ആടിച്ചെന്നാൽ അല്ലലോരൽപ്പവുമില്ലെനിക്ക്.
രക്ഷിച്ച നാഥൻ അഭയമായെന്ന് വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു മരണ നിഴലിൻ താഴ്വരകൾ ശരണമായി എനിക്കേശുവുണ്ട് മരണ നിഴലിൻ താഴ്വരകൾ ശരണമായി എനിക്കേശുവുണ്ട് കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ വിശ്വാസ ജീവിതം പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വെണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും കണ്ണുനീരൊക്കെയും വന്നു തീരും വെണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും കണ്ണുനീരൊക്കെയും വന്നു തീരും എണ്ണിയാൽ തീരാത്ത തൻ കൃപകൾ വർണ്ണിച്ചു പാദത്തു വീടിടും ഞാൻ എണ്ണിയാൽ തീരാത്ത വൻ കൃപകൾ വർണ്ണിച്ചു പാദത്തു വീടിടും ഞാൻ വിശ്വാസ ജീവിതം പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ 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 ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ നിൻ സ്നേഹം മാധുര്യം അത് ആവർണ്ണനീയം പാപമരണം ഏറ്റെന്ന് പുതു ജീവൻ നൽകിയോ നിൻ സ്നേഹം മാധുര്യം അത് ആവർണ്ണനീയം പാപമരണം ഏറ്റെന്ന് പുതു ജീവൻ നൽകിയോ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ എൻ ജീവൻ ശൂന്യമായി മരുഭൂസമാനമായി അംഗരക്തത്താലെന്നെ പ്രദമാക്കിയോ ജീവൻ ശൂന്യമായി മരുഭൂസമാനമായി അംഗരക്തത്താലെന്നെ ഫലപ്രദമാക്കിയോ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ
നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ. കർത്താവേ, ഞങ്ങളെ വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ. Amen. Hallelujah. Thank you, Jesus. Thank you, Lord.